വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാവർക്കും ടീച്ചേഴ്സ് PSCയുടെ ഈ ഫിഷറീസ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ഏതൊരു കാരണവശാലും കൊടുക്കത്തില്ല എന്ന് കരുതിക്കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മറ്റ് PSC എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു ലാഘവത്തോടു കൂടി ഇത് പഠിക്കുവാൻ ശ്രമിക്കരുത്. ഓക്കെ, അപ്പൊ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജനറൽ ഏരിയാസ് ഇല്ല. ജനറൽ ഏരിയാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കേണ്ട രീതിയും പഠന രീതിയും എക്സാം പാറ്റേണും എക്സാമും എല്ലാം മാറും. ബോർഡ് പോയോടെ? ബോർഡ് പോയിട്ടുണ്ടോ? ബോർഡ് ഇല്ലാത്തതുണ്ടോ? ബോർഡ് ഇല്ല, അങ്ങനെ ഉണ്ടോ? ബോർഡില്ല, ഇപ്പൊ വന്നു. ഓക്കെ, അങ്ങനെയായിരിക്കും ഈ എക്സാംസ് എന്ന് പറയുക. അപ്പം നമ്മൾ മറ്റ് ഒരു ജനറൽ PSC പഠിക്കുന്ന ലാഘവത്തോടെ ഇത് പഠിച്ചാൽ കിട്ടത്തില്ല. പക്ഷെ നമ്മൾ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് സിലബസ് മനസ്സിലാക്കിക്കൊണ്ട് ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് മാക്സിമം വർക്കൗട്ടിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നേടിയെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് പോസ്റ്റിംഗ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് എന്ന് പറയാൻ. ധാരാളം പോസ്റ്റ് ഉണ്ട്, വേക്കൻസീസ് ഉണ്ട്. മുമ്പ് വിളിച്ചതുപോലെ അല്ല ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. ഇതിന്റെ സിലബസിലേക്ക് വരുമ്പോഴത്തേക്ക്, സിലബസ് ഒന്നും വിശദമായിട്ട് പറയുന്നില്ല, സിലബസ് ഒക്കെ നിങ്ങൾ നോക്കിക്കാണും. സിലബസിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും ഒരു 10 മോഡ്യൂള്, 10ഓളം മോഡ്യൂളുകളിലായിട്ടാണ് സിലബസ്. ഒരു ബൾക്ക് സിലബസ് ആണ്. നിങ്ങൾ സിലബസ് വെച്ചിട്ട് ഈ സിലബസ് വെച്ച് കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഓരോ മോഡ്യൂളിൽ നിന്നും ഫസ്റ്റ് ഡിഫറെന്റ് അക്വാകൾച്ചർ സിസ്റ്റം, അതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ചേർത്തോണ്ട് ചോദിച്ചാൽ അതിൽ നിന്ന്, അതും ഇതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് 3 ക്വസ്റ്റ്യൻസ് ചേർത്തോണ്ട്, അതായത് അവിടെ വരുന്ന നമ്മുടെ പീനിയഡ് ഷ്രിംസ് എന്ന് പറയുന്ന ഒരു ഏരിയ, അല്ലെങ്കിൽ കൾച്ചർ ഫിഷറീസിലെ കൾച്ചർ ഓഫ് പീനിയഡ് ഷ്രിംസ്, കൾച്ചർ ഓഫ് ഫ്രഷ് വാട്ടർ പോൺ, ഈ 3 കാര്യത്തിൽ നിന്ന് ഈ ഒരു കാര്യം ഇവിടത്തെ ഈ ഒരു കാര്യം മെയിനായിട്ട് ഷ്രിംപ് കൾച്ചറാണ്. ഇത് 3-ൽ ഉൾപ്പെടുന്നത് ഷ്രിംപ് കൾച്ചറും ടാക്സോണമിയും ഫിസിയോളജിയും അനാട്ടമിയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഏരിയ ആണ്. കൾച്ചർ മാത്രമല്ല, നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ, അനിമൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ മോർഫോളജി, അനാട്ടമി, ഫിസിയോളജി, പിന്നെ അതിന്റെ കൾച്ചറും പ്രാക്ടീസസും എല്ലാം പഠിക്കണം. അതിന്റെ പത്തോളജിയും എല്ലാം നമ്മൾ പഠിക്കണം. ആ ഒരു ലെവലിലാണ് നമ്മൾ പഠിക്കേണ്ടത് ഓരോന്നും. അനിമൽസിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് അതിന്റെ ഫീഡിങ്ങും ഫുഡ് ഹാബിറ്റും എല്ലാ കാര്യങ്ങളും പഠിക്കണം. അപ്പൊ ഈ ഒരു 3 കാര്യത്തിൽ നിന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു 3 കാര്യത്തിൽ നിന്നും 3 ക്വസ്റ്റ്യൻ ഒരേപോലെ ചോദിച്ചു. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയായിരുന്നോ? ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയായിരുന്നോ? ആരെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നോ പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ? വായിച്ചെങ്കിൽ നോക്കിയായിരുന്നോ? പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചെങ്കിൽ നോക്കിയായിരുന്നോ? എവിടാ നോക്കിയോ? നോക്കി. അപ്പൊ എന്താ ഫീൽ ചെയ്തത് നിങ്ങൾക്ക്? ഒന്നും ഫീൽ ചെയ്തില്ലേ? അതേ തോന്നിയോളൂ? കുറെ പഠിക്കാനുണ്ടെന്നേ തോന്നിയോളൂ? ടച്ച് വിട്ട് ഒത്തിരിയായി. ഓക്കെ, അല്ലാതെ ഒന്നും തോന്നിയില്ല? നിങ്ങൾ ഇവിടെ നോക്കിക്കോളാം. ഞാൻ ഇപ്പൊ പറഞ്ഞ ആ ഒരു സിലബസിൽ നിന്നും നോക്കിക്കോളണം. 9ാമത്തെ ചോദ്യം ഇതിന്റെ അനാട്ടമിയിൽ നിന്നാണ്. മെയിൽ കോപ്പുലേറ്ററി ഓർഗൻ ഫോർ ഷിംപ്, അതിന്റെ അനാട്ടമിയിൽ നിന്നാണ്. അടുത്തത് 10ാമത്തെ ചോദ്യം, പ്രിഫേർഡ് ഫുഡ് ഫോർ ടൈഗർ ഷിംപ് ലാർവ സോയ ഈസ്. അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തത്, നൈം ദ ഹോളിസ്റ്റിക് മെത്തേഡ് ഓഫ് ഷിംപ് ഫാമിംഗ് വിത്തൗട്ട് യൂസിങ് എനി ആന്റിബയോട്ടിക്സ് ഓർ കെമിക്കൽസ് ഇൻ ദ ഹാച്ചറി ആൻഡ് ഫാംസ്. ഓക്കെ, അതായത് ഷിംപിന് ആ ഒരു ഏരിയയിലെ ഷിംപ് കൾച്ചറുമായിട്ട് അതിന്റെ അനാട്ടമി, ഫിസിയോളജി എല്ലാവുമായിട്ട് ബന്ധിച്ചിട്ട് 3 ക്വസ്റ്റ്യൻ ചേർത്തോണ്ട് ചോദിച്ചിരിക്കുക ഒരേ പാറ്റേണിൽ, സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാലും ആ ഏരിയയിൽ നിന്ന് തന്നെയാണ്. വേറെ ഭാഗം ക്രാബ് ആണെന്നേ ഉള്ളൂ, ആ ഏരിയ തന്നെയാണ് ക്രാബ് ആണെന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാ ഏരിയയിൽ നിന്നും
വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് സെലക്ട് ചെയ്ത് പഠിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. എല്ലാ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. അത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ എല്ലാ ഏരിയയും നമ്മൾ നന്നായിട്ട് കവർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഡിഫറെന്റ് അക്വാകൾച്ചർ സിസ്റ്റംസ് പഠിക്കണം. കൾച്ചർ എല്ലാത്തിന്റെയും ഫിൻ ഫിഷസും പഠിക്കണം, ഷെൽ ഫിഷസും പഠിക്കണം. പിന്നെ ഫിൻ ഫിഷസിന്റെയും ഷെൽ ഫിഷസിന്റെയും സീഡ് പ്രൊഡക്ഷൻസ് പഠിക്കണം. പിന്നെ അതിന്റെ അക്വേറിയം ഫിഷസിന്റെ ബ്രീഡിങ്ങും അക്വേറിയം സെറ്റിംഗ്സും പഠിക്കണം. പിന്നെ അതിന്റെ ബയോകെമിക്കൽ ചേഞ്ച് ഇൻ ഫിഷസ് ആൻഡ് വേരിയസ് പ്രിസർവേഷൻ മെത്തേഡ്സ്, പിന്നെ ബാക്ടീരിയോളജി ആൻഡ് സീ ഫുഡ് ക്വാളിറ്റി കൺട്രോള്, വാല്യൂ ആഡഡ് ഫിഷറി പ്രോഡക്ട്സുകൾ അതിനെ കുറിച്ച് പഠിക്കുക. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിഷിംഗ് ഗിയേഴ്സ് ആൻഡ് ഫിഷിംഗ് മെത്തേഡ്സ്, പിന്നെ നെറ്റിംഗ് മെറ്റീരിയൽസ് ആൻഡ് നെറ്റ് മേക്കിംഗ്. അതായത് മുകളിൽ കാണുന്ന സിലബസിന്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളാണ്. മീൻസ് ഫിഷിംഗ് ഗിയേഴ്സ് ആൻഡ് ഫിഷിംഗ് മെത്തേഡ്സ് എന്നുള്ളതിന്റെ ബാലൻസ് പാർട്ടാണ് വേറൊരു മോഡ്യൂൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, മെറ്റീരിയൽസ് ആൻഡ് നെറ്റ് മേക്കിംഗ് എന്ന് പറഞ്ഞ്. പിന്നെ ഫിഷിംഗ് എയ്ഡ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇത് മെയിൻ ആയിട്ടുള്ള പോർഷൻസ് വായിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സിമ്പിൾ ആയിട്ട് അത്രേ ഉള്ളെന്ന് കരുതും. പക്ഷെ നിങ്ങൾക്കറിയാം, ഇപ്പം അയാളെ സംസാരിച്ചതുപോലെ തന്നെ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിക്കാനുള്ള ഒരു സിലബസ് ആണ് ഈ ഒരു സിലബസ് എന്ന് പറയുന്നത്. അപ്പം ഓക്കെ, രണ്ട് ചെറിയ കാര്യങ്ങള് നമുക്ക് A to Z പഠിക്കാറുണ്ട്. ഞാനിവിടെ A മാത്രമേ പറയുന്നുള്ളൂ. കിട്ടിയോ? ഇൻട്രോഡക്ടറി ക്ലാസ് ആയതുകൊണ്ട്. രണ്ട് ചെറിയ കാര്യങ്ങളാണ്. നമ്മുടെ 10th മോഡ്യൂളിൽ വരുന്ന കാര്യമാണ്. ആ 10th മോഡ്യൂളിൽ വരുന്ന കാര്യത്തിലെ ആ ഓരോ കാര്യവും A മുതൽ Z വരെ പഠിക്കണം കേട്ടോ. ഓരോ കാര്യവും A മുതൽ Z വരെ പഠിക്കണം. അപ്പൊ 10th മോഡ്യൂളിലെ 10ാമത്തെ മോഡ്യൂളിലെ രണ്ട് കാര്യങ്ങൾ A B എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളിൽ Aയും A to Z വരെ പഠിക്കണം, Bയും A to Z വരെ പഠിക്കണം. പക്ഷെ ഞാനിവിടെ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ A to Z എന്നുള്ളതിൽ A മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം പഠിക്കാനുണ്ടെന്നുള്ള കാര്യം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം. ഓക്കെ, റെഡിയാ? അതിൽ ഒന്നാമത്തെ കാര്യം ക്വസ്റ്റ്യനിലൂടെ തന്നെ കിടക്കാം. 99ാമത്തെ ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നില്ല എന്ന അഭിപ്രായമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? വലുതാക്കണമെന്ന്, സ്ക്രീൻ വലുതാക്കണമെന്ന് അഭിപ്രായമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാടേ? ഉണ്ടോ? ഇപ്പോഴോ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഒന്നുകൂടെ വലുതാക്കണോ? അല്ല, നിങ്ങളെ കണ്ണ് പോണ്ട. നമുക്ക് വലുതാക്കാൻ പറ്റുന്ന അത്ര വലുതാക്കി തരാം. കണ്ണ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. കീഴിൽ നിൽക്കുമെന്ന് നോക്കണം. ഓക്കെ. ഇപ്പോഴോ? ഓക്കെ അല്ലേ? അത് നോക്കിക്കോളണേ. ഒന്നാമത്തെ നമ്മുടെ കാര്യത്തിലാക്കിയാണ്. ഓക്കെ, ഫസ്റ്റ് ദൈവത്തെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് 99ാമത്തെ ചോദ്യം. അക്ഷയ് കേൾക്കുന്നുണ്ടോ? അക്ഷയ് ടീന. ഓക്കെ, 99ാമത്തെ ചോദ്യം. വാട്ട് ഈസ് മീൻ ബൈ ഗോസ്റ്റ് ഫിഷിംഗ്? ഒന്നാമത്തെ കാര്യം ഞാൻ ഇവിടെ പറയാം. നമ്മുടെ പരീക്ഷ പഴയ മെത്തേഡിൽ നിന്നൊക്കെ മാറി എന്തായിട്ടുണ്ട്? കൂടുതൽ ഏത് ലെവലിലേക്കായിട്ടുണ്ട്? സ്റ്റേറ്റ്മെന്റ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇതേ ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നില്ല. ഈ 4 ഓപ്ഷൻ തന്നിട്ട്, അതായത് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് അപ്പിയർ ചെയ്യാൻ എളുപ്പമാണ്. ആ സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻ താഴെ കിടക്കുന്നുണ്ട്. 3 ഓപ്ഷൻ തരും. അതിന്റെ താഴെ ഇങ്ങനെ എ only 1 and 2, B only 2, C only 2 and 3, D only 3 ഇങ്ങനെ തരും. ഇങ്ങനെ തരുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന ഒരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ തരുമ്പോൾ 4 ഓപ്ഷനും ഒരേപോലെ ഇരിക്കും. അപ്പൊ നമ്മളോട് അവിടെ ചോദിക്കുന്നത് SM ആണ്, അല്ലെങ്കിൽ SM അല്ല, MS എന്ന് പറയും. മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ. ആ 4 ഓപ്ഷനും ആദ്യം വായിച്ചു കഴിഞ്ഞാൽ ഒരേപോലെ ഇരിക്കും, ഒരേ ഉത്തരം പോലെ ഇരിക്കും. പക്ഷെ അതിൽ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും കാണുന്നത്. അപ്പൊ നമ്മൾ ആ 4 ഓപ്ഷനിൽ നിന്നും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ആണ് അവിടെ കണ്ടെത്തേണ്ടത്. അപ്പൊ അങ്ങനെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ആ കണ്ടന്റിനെ കുറിച്ച്, നമ്മൾ പഠിക്കുന്ന ഏത് കണ്ടന്റ് ആണോ ആ കണ്ടന്റിനെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ നല്ല രീതിയിൽ
നല്ല കോൺഫിഡൻസോട് കൂടി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അറിഞ്ഞിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഭീകരമായ കാര്യങ്ങളെ പറ്റി ഇന്ത്യൻ ഹിസ്റ്ററിയോ ഇന്ത്യൻ ജിയോഗ്രഫിയോ വേൾഡോ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നിങ്ങളുടെ സബ്ജക്റ്റ് മാത്രം, അത് മാത്രമാണ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഓരോ ടോപ്പിക്ക് ഞാൻ പഠിപ്പിക്കുമ്പോഴും നിങ്ങൾ പഠിക്കുമ്പോഴും ഒക്കെ അതിൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു വരുമ്പോൾ മനസ്സിലാവും ഏത് ഭാഗങ്ങൾ സ്ട്രെസ് ചെയ്യണം, ഏത് ഭാഗങ്ങൾ ജസ്റ്റ് വായിച്ചു വിടണം എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ വളരെ കണ്ടന്റ് ബേസ്ഡ് ആയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം 90ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ ഗോസ്റ്റ് ഫിഷിംഗ്? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ലേ ഗോസ്റ്റ് ഫിഷിംഗ്? ഗോസ്റ്റ് ഫിഷിംഗ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ഗോസ്റ്റ് ഫിഷിംഗ്? കേട്ടിട്ടുണ്ടോ? എനിബഡി? എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? ഗോസ്റ്റ് ഫിഷിംഗ് കേട്ടിട്ടുണ്ടോ? ഉണ്ട്, ഉണ്ട്. ഗോസ്റ്റ് ഫിഷിംഗ് താഴെ 4 ഓപ്ഷൻസ് ഉണ്ട്. എന്താണ് 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ദ യൂസ് ഓഫ് പോയിസൺ, ഇലക്ട്രിസിറ്റി ഓർ എക്സ്പ്ലോസീവ് ടു കിൽ ഓർ സ്റ്റൺ ഫിഷ്, harmful bottom and industrial trawling that it destroys the seabed and various marine life. C, discarded or lost fishing gear in the marine environment continues to catch fish and trap animals. നാലാമത്തത്, unintentional catching of different marine organisms along with the target fishes. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് സാധാരണ വായിച്ചു കൊണ്ടുപോകുന്ന ആൾക്ക് ചിലപ്പോൾ 4ഉം ഒരേപോലെ തോന്നും, ഒരേ രീതിയിൽ തോന്നും. ഓക്കെ, അപ്പൊ ഗോസ്റ്റ് ഫിഷിങ്ങിനെ പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഗോസ്റ്റ് ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ എന്ത് വിളിക്കും? മലയാളം ചിലപ്പോൾ ചോദിക്കുമല്ലോ, മലയാളത്തിൽ പറയാം. ഗോസ്റ്റിന്റെ മലയാളം എന്തുവാ? ഗോസ്റ്റിന്റെ മലയാളം എന്തുവാ? പ്രേതം എന്നല്ലേ? പ്രേത മത്സ്യബന്ധനം എന്നാണ് കേട്ടോ. പ്രേത മത്സ്യബന്ധനം എന്ന് നമുക്ക് മലയാളത്തിൽ പറയേണ്ടി വരും. പ്രേത മത്സ്യബന്ധനം. എന്താണ് പ്രേത മത്സ്യബന്ധനം? എന്താണ് ഈ പ്രേത മത്സ്യ എന്താണ് കേട്ടില്ല? പ്രേത മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോസ്റ്റ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ എന്താണ്? ഞാൻ ഇവിടെ ഓപ്ഷൻ വായിച്ചളയാം. ആൻസർ എന്താണ്? ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്ന് പറഞ്ഞ ആൻസർ എന്താണ്? സി അല്ലേ? ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഡിസ്കാർഡഡ് ഓർ ലോസ്റ്റ് ഫിഷിംഗ് ഗിയർ ഇൻ ദ മറൈൻ എൻവയോൺമെന്റ് continues. Discarded or lost fishing gear in the marine environment continues to catch fish and trap animals. എന്ന് പറഞ്ഞ എന്താണ്? അതായത് നമ്മുടെ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അവരുടെ അത് കേടായിപ്പോയതോ അല്ലാതെയോ ഒക്കെ നഷ്ടപ്പെട്ട് കടലിലേക്ക് പോകും അല്ലേ? ഒന്നിൽ നഷ്ടപ്പെടും, അല്ലെങ്കിൽ അവർ കേടായി കഴിയുമ്പോൾ കടലിലേക്ക് ഉപേക്ഷിക്കും അല്ലേ? ഇങ്ങനെ ഉപേക്ഷിക്കുന്ന ഈ മീൻപിടുത്തക്കാര്, മത്സ്യബന്ധനം നടത്തുന്നവര്, ഫിഷർമാൻസ് അതെന്ത് ചെയ്യും? അങ്ങനെ ഉപേക്ഷിക്കുന്ന ഈ സാധനങ്ങള് കടലത്തിന്റെ അടിത്തട്ടിലേക്ക് ചെല്ലുകയും ഈ ഉപകരണങ്ങള് കടലിനുള്ളിൽ ജീവിക്കുന്ന മറൈൻ അനിമൽസിന്റെ ജീവന് ഹാനികരമായിട്ട് മാറുകയും ചെയ്യും. അതായത് വലയാണ്, നെറ്റാണെങ്കിൽ നെറ്റ്, മറ്റു അത് ഇവരുടെ പുറത്തൊക്കെ ചുറ്റി, നിങ്ങളിപ്പം ഈ റീൽസ് ഒക്കെ ആയിട്ട് കാണുന്നുണ്ടായിരിക്കും പലപ്പോഴും, ചുറ്റി അവ കൊല്ലപ്പെടും. ടോട്ടോയിസും മറ്റുള്ള അനിമൽസും അത് പറയാം, അങ്ങനെ കൊല്ലപ്പെട്ടു പോകും. മനസ്സിലായില്ലേ? അതായത് ഈ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന വലകള്, എന്തെങ്കിലും അവർ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള കെണികളുണ്ട്, ലൈനുകളുണ്ട്, അവരുപയോഗിക്കുന്ന കയറുകളുണ്ട്. ഇതെല്ലാം കടലിലേക്ക് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് ഈ കടലിനുള്ളിൽ ജീവിക്കുന്ന മറ്റ് അനിമൽസിന്റെ ജീവന് ഹാനികരമായിട്ട് മാറുന്ന പ്രക്രിയക്ക്, അത്തരത്തില് ഫിഷ് ചത്ത് എന്ത് ചെയ്യും? ഫിഷ് അല്ല, മറൈൻ അനിമൽസ് നഷ്ടപ്പെടുന്നു. അതിനെയാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത്? പ്രേത മത്സ്യബന്ധനം എന്ന് പറയുന്നത്. മനസ്സിലായല്ലേ? അതായത് അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനെ ബേസ്, അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. അതായത് ഗോസ്റ്റ് ഫിഷിങ്ങിനെ കുറിച്ച് ഒരു
ഒരു ചോദ്യം നമ്മളോട് ഇപ്പൊ ചോദിച്ചിട്ടുണ്ട് ഗോസ്റ്റ് ഫിഷിങ്ങിനെ കുറിച്ച്. ഓക്കെ, ഇത് കുറച്ച് വലിയ അക്ഷരമാണ്, അപ്പം നോക്കിയോ. ഗോസ്റ്റ് ഫിഷിംഗ് റെഫേഴ്സ് ടു ദ കണ്ടിന്യൂഡ് catching ഓഫ് മറൈൻ അനിമൽസ് ബൈ ലോസ്റ്റ് ഓഫ് abandoned fishing gear. This gear, often made of durable synthetic materials, can persist in the marine environment for years, acting as a deadly trap for various species. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന ഗിയേഴ്സുകള്, ട്രാപ്പുകള്, ലൈൻസുകള്, ഇതൊക്കെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. BHC-കാർ ഉണ്ടെങ്കിലേ, ട്രാപ്പ്, ലൈൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണേ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ ആവുകയല്ലേ? ക്ലിയർ ആവുന്നുണ്ടോ BHC-കാരെ? BHC-കാർ ഉണ്ടെങ്കിൽ, ഒരുപാട് നാൾ പഠിച്ചിട്ട് ഉള്ളവര്. ഓക്കെ, ആ ടേമുകള്. അപ്പം ഞാനിവിടെ കുറച്ച് ഫോട്ടോസ് കാണിച്ചു, എന്നിട്ട് നമുക്ക് ഇതിന്റെ മെയിൻ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്, നമ്മൾ ഫിഷർമാൻ ഉപയോഗിക്കുന്ന നെറ്റ് ഉപയോഗിച്ചിട്ട് വേസ്റ്റ് ആയിട്ടുള്ള കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റ് അനിമൽസിന്റെ ബോഡിയിലൊക്കെ പറ്റിയിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ട്രാപ്പുകൾ, ഫിഷിന് ഉപയോഗിക്കുന്ന നെറ്റ് തന്നെയാണ്, ട്രോൾ നെറ്റ്സിന്റെ അല്ലെങ്കിൽ കോഡന്റുകള് അല്ലെങ്കിൽ ക്രൈറ്റുകള്, ഈ സാധനങ്ങളൊക്കെ തറയിൽ വന്നിട്ട് അത് പ്രശ്നമായിട്ട് മാറാറുണ്ട്. പിന്നെ ഇത് നെറ്റ് എല്ലാം കൂടെ കൂടിയിട്ട് ലൈൻസ് ഒക്കെ കിടക്കുന്നതാണ്. പിന്നെ അതായത് ഇതുപോലെ കണ്ട ഈ നെറ്റ്സ് ഒക്കെ കടലിന്റെ അടുത്തിട്ട് വന്നിട്ട് മീനുകളെയൊക്കെ ഇങ്ങനെ നശിപ്പിക്കുന്ന ഒരു പ്രവണത, ആ ഒരു കാര്യം. പിന്നെ ഇത് ഈ സെയിം പിക്ചേഴ്സ് ആണ്. നിങ്ങളെ പിക്ചേഴ്സും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ ക്രൈറ്റ് ഒക്കെ പൊട്ടിയ ക്രൈറ്റ്, ഇത് ക്രൈറ്റ് അറിയാമല്ലോ, ബോക്സ് മീൻ കൊണ്ടുവരുന്ന ക്രൈറ്റ് ഇല്ലേ, മീനൊക്കെ നിറയ്ക്കുന്ന അത്. ഇത് വെള്ളത്തിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് ആ അനിമൽസിന്റെ ഒക്കെ നാശത്തിന് കാരണമാകുന്നത് നേരത്തെ നമ്മൾ കാണിച്ചു. ഇതൊന്ന് മനസ്സിൽ കാണണം. പിന്നെതാ ഈ ഇത് മറൈൻ അനിമൽസ് ആണല്ലോ, വാൽറസ് പോലുള്ള മറൈൻ അനിമൽസിന് അവരുടെ ബോഡിക്ക് പുറത്ത് ഈ നെറ്റ്സ് എല്ലാം വന്ന് കൂടിയിട്ട് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. വെയിൽസിന്റെ ഒക്കെ പുറത്ത് നെറ്റ് ട്രാപ്പ് ചെയ്തിരിക്കുന്നു, ഡെഡ്ലി ആയിപ്പോ, ഡെത്ത് ആയിപ്പോ. അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്ന ഈ ഒരു തരത്തിലുള്ള ഇതിനെ ആക്ച്വലി ഇതൊരു ഗോസ്റ്റ് ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു ടേം ഇത് രക്ഷപ്പെടുത്തുന്നതാണ്, ആമയെ രക്ഷപ്പെടുത്തുന്നതാണ്. ഓക്കെ, ഈ മീൻസ് ഒക്കെ ഇങ്ങനെ ഡെഡ്ലി ആയിട്ട്, മീൻസ് അല്ല, ഈ അനിമൽസ്, ഈ ആമയെല്ലാം ഇങ്ങനെ ഡെഡ്ലി ആയിട്ട് മാറുന്നു. അപ്പം ഈ ഇങ്ങനെയുള്ള തീയിലെ കടലിലെ വൈൽഡ് ലൈഫിനെ എൻറ്റാങ്കിൾമെന്റ് ചെയ്ത് കൊന്ന് അല്ലെങ്കിൽ കൊല്ലുന്ന, അല്ലെങ്കിൽ ആ കടലിലെ ഒരു സസ്റ്റൈനബിലിറ്റി, അല്ലെങ്കിൽ ആ കടൽ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ആ ഇക്കോളജിയെ, എൻവയോൺമെന്റിനെ നശിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ ഗോസ്റ്റ് ഫിഷിങ്ങിനെ കാണുന്നത്. അപ്പൊ അതുമായിട്ട്, ആ ഗോസ്റ്റ് ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് നമ്മൾ ആദ്യം കണ്ട ജസ്റ്റ് ഒരു ഡെഫിനിഷൻ മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻ എഴുതായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ള ആളാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഒരുപാട് ടേമുകൾ അവിടെ വരുന്നുണ്ട്. ഈ ഗോസ്റ്റ് ഫിഷിംഗ് എന്ന് പറയുന്നത് പോലെ തന്നെ പല തരത്തിലുള്ള ഇപ്പം ഫിഷിംഗ് എൻറ്റാങ്കിൾമെന്റ് എന്ന് ചോദിക്കും. ഞാൻ ഈ പറഞ്ഞ ഇതൊക്കെ വന്ന് ചുറ്റിയിട്ട് ഇതിന്റെ ബോഡിയുടെ പുറത്തുനിന്ന് ചുറ്റിയിട്ടാണ് അത് ചത്തുപോകുന്നത്. അത് ഫിഷിംഗ് എൻറ്റാങ്കിൾമെന്റ്. അതുപോലെ തന്നെ ബ്ലീച്ച് ഫിഷിംഗ് ഉണ്ട്. ബ്ലീച്ച് ഫിഷിംഗ് കേട്ടിട്ടുണ്ട്? ബ്ലീച്ച് ഫിഷിംഗ് കേട്ടിട്ടുണ്ടോ? ബ്ലീച്ച് ഫിഷിംഗ് കേട്ടിട്ടുണ്ടോ? എനിബഡി? ബ്ലീച്ച് ഫിഷിംഗ്, ബ്ലീച്ച് ഫിഷിംഗ് കേട്ടിട്ടുണ്ടോ? ബ്ലീച്ച് ഫിഷിംഗ് ഇല്ല. എന്താണ് ബ്ലീച്ച്? വാട്ട് ഈസ് ബ്ലീച്ച്? നമ്മളിതൊരു ക്ലാസ് ആയിട്ട് എടുക്കുന്നതല്ല, ഞാൻ ആ ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അതിന്റെ കൂടെ നമുക്ക് ഇതിലേക്ക് കടക്കാം. ബ്ലീച്ച്, ആ ആ അതിന്റെ കെമിക്കൽ നെയിം പറയാം ബ്ലീച്ചിന്റെ. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ബ്ലീച്ച്?
നിങ്ങൾ ബ്ലീച്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ? ബ്ലീച്ചിങ്ങിന് കൊടുത്തു, ബ്ലീച്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ? അപ്പൊ എന്താണ് ഈ ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് എന്താണ്? ബ്ലീച്ചിന് ഉപയോഗിക്കുന്ന സോഡിയം 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 ബാക്കിയൊക്കെ ഉണ്ട്. ഹൈപ്പോ സോഡിയം ഹൈപ്പോ ക്ലോറൈറ്റ്. കേട്ടിട്ടില്ല ഇത്? കേട്ടിട്ടില്ല? ഇത് ആദ്യം കേൾക്കുകയാണോ? ഈ സോഡിയം ഹൈപ്പോ ക്ലോറൈറ്റിനെ പറ്റി ആദ്യം കേൾക്കുകയാണോ? സോഡിയം ഹൈപ്പോ ക്ലോറൈറ്റ് ഫസ്റ്റ് കേൾക്കുകയാണോ? അല്ലെങ്കിൽ ബ്ലീച്ച് ഫിഷ് ഫസ്റ്റ് കേൾക്കുകയാണോ? ബീച്ച് സ്റ്റിക്കർ അല്ലാത്തവര് സോഡിയം ഹൈപ്പോ ക്ലോറൈറ്റ് സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? എന്താ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്? NaOCl അല്ലേ? NaOCl എന്നാണ് അതിന്റെ കെമിക്കൽ നെയിം. NaOCl എന്ന് പറയും സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. ഇതിനെ ഈ NaCOLനെ പൊതുവെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പറയട്ടെ, സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. സോഡിയം പഠിക്കുമ്പോ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഈസ് എ കെമിക്കൽ കോമ്പൗണ്ട് മെയ്ഡ് ഫ്രം ഏതൊക്കെയാണ്? സോഡിയത്തിൽ നിന്നും പിന്നെ ആരൊക്കെ ഉണ്ട് ഇതില്? സോഡിയം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. നിങ്ങളിത് കണ്ടു കാണുമായിരിക്കും. ഇതിന്റെ ഒരു 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 മഞ്ഞയും പച്ചയും കലർന്നിട്ടുള്ള ഒരു കളറിലിരിക്കുന്ന സാധനം. ഓക്കെ, അപ്പൊ ഇതിനെ ഈ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കണമെന്ന് നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഈ സോഡിയം ഹൈപ്പോക്ലോറൈറ്റിനെ പൊതുവെ കോമൺലി നോൺ ആസ് ബ്ലീച്ച്. ഇതിനെ പൊതുവെ വിളിക്കുന്ന പേരാണ് ബ്ലീച്ച്. അപ്പം എന്താണ് ഇവിടെ ഇതിന്റെ പ്രസക്തി? നമ്മുടെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഗോസ്റ്റ് ഫിഷിംഗ് ഇപ്പൊ ചോദിച്ചു. ഗോസ്റ്റ് ഫിഷിംഗ് ഉള്ളതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഇതെല്ലാം നിരോധിച്ചിരിക്കുന്ന സംവിധാനങ്ങളാണ്. നമ്മുടെ രാജ്യത്ത് ഈ ബ്ലീച്ച് ഫിഷിംഗ് ഇല്ല, അധികം കണ്ടുവരാറില്ല. ഉണ്ട് റയറായിട്ടുണ്ട്, ആരും അറിയാതെ ഉണ്ട്. പല രാജ്യങ്ങളിലും ബ്ലീച്ച് ഫിഷിംഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട് കൊമേഴ്സ്യൽ ആയിട്ട് ലഭിക്കുന്ന ഈ സോഡിയം ഹൈപ്പോക്ലോറൈറ്റിനെ നമ്മൾ ഉപയോഗിക്കും. മനസ്സിലായല്ലേ? ഓക്കെ, അതായത് എന്തിനാണ് ഈ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഈ ഡീപ് സീയിലൊക്കെ കാണപ്പെടുന്ന അല്ലെങ്കിൽ ചില റീഫുകളിലൊക്കെ കാണപ്പെടുന്ന നമ്മുടെ കോറൽ റീഫ്സ് ഒക്കെ ഉണ്ടല്ലോ, കോറൽ റീഫ്സ്. പിന്നെ ഇതൊരു പോയിസൺ ആണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മത്സ്യത്തിന്റെ ബോഡിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മത്സ്യം എന്ത് ചെയ്യും? ബോധം കെടും. ചത്തുപോകത്തില്ല, ബോധം കെടും. അപ്പൊ പെട്ടെന്ന് മീൻ പിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഫിഷിങ്ങിനെയാണ് നമ്മൾ ബ്ലീച്ച് ഫിഷിംഗ് എന്ന് പറയുന്നത്. ബ്ലീച്ച് ഫിഷിംഗ്, കോസ്റ്റ് ഫിഷിംഗ് പോലുള്ള സാധനമാണ് ബ്ലീച്ച് ഫിഷിംഗ് എന്ന് പറയുന്നത്. കേട്ടോ? ഓക്കെ, ബ്ലീച്ച് ഫിഷിംഗ് എന്ന് വിളിക്കുന്നത് മറന്നു പോകരുത്. ഇനി LED ഫിഷിംഗ് അറിയാലോടെ? LED ഫിഷിംഗ് അറിയാലോ? കേട്ടിട്ടുണ്ടോ? LED ഫിഷിംഗ് എന്താണ്? LED ഫിഷിംഗ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്നതാണ് LED എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് LED ഫിഷിംഗ്? ഇത് നിരോധിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഭയങ്കര പിഴയാണ് കിട്ടുന്നത് പിടിക്കപ്പെടുകയാണെങ്കിൽ. എന്താ LED ഫിഷിംഗ് നമ്മുടെ രാജ്യത്ത്? എന്താ LED ഫിഷിംഗ്? പറയൂ, എന്റെ വോയിസ് ഇല്ലേ? നിങ്ങൾ ഇതൊക്കെ ആദ്യം കേൾക്കുവാണോ? മറുപടി റിപ്ലൈ ഇല്ല ആരിൽ നിന്നും. നിങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞുള്ള ഭയങ്കര സന്തോഷത്തിലായി സംസാരിക്കുന്നത്. ഹരിത, സോറി ഇന്ദു, അറിയാമോടെ? ഇന്ദു, രീഷ്മ, ടീന, ആർക്കും അറിയത്തില്ലേ ഇത്? മറൈൻ ബയോളജി പഠിച്ചവർക്ക് അറിയാലോ LED ഫിഷിംഗ്. ലൈറ്റ് ഫിഷിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ലൈറ്റ് ഫിഷിംഗ്
ഇല്ല. ഇല്ലെന്നാണോ ഉണ്ടെന്നാണോ? ലൈറ്റ് ഫിഷിംഗ് എനിബഡി? ഇല്ല. ആർക്ക് റിപ്ലൈ തരണേ. അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞൂടെന്ന് പറയണം. നിങ്ങൾ ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അല്ലാതെ ഞാൻ റേഡിയോ ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കത്തില്ല. റേഡിയോ ആവാൻ പറ്റത്തുമില്ല. ഓക്കെ. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തോണ്ടാണോ മിണ്ടാതിരിക്കുന്നത്? അറിഞ്ഞൂടാത്തോണ്ടാണോ? അടെ കേട്ടിട്ടേ ഇല്ല. ലൈറ്റ് ഫിഷിംഗ് കേട്ടിട്ടേ ഇല്ല. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ ഗോസ്റ്റ് ഫിഷിംഗ് മനസ്സിലായോ എല്ലാവർക്കും? ഗോസ്റ്റ് ഫിഷിംഗ് തീർന്നിട്ടില്ല. ഗോസ്റ്റ് ഫിഷിംഗ് കൂടുതലായിട്ട് പഠിക്കാറുണ്ട്. ഞാൻ ചോദിക്കുന്നുണ്ട്. ഗോസ്റ്റ് ഫിഷിംഗ് ഓക്കെ. ഗോസ്റ്റ് ഫിഷിംഗ് എന്താണെന്ന് പിടികിട്ടിയോ സംഭവം? എന്താണെന്ന് പിടികിട്ടിയോ? എന്താണെന്ന് മനസ്സിലായല്ലോ. ബാക്കി എന്റെ കാര്യങ്ങൾ പഠിക്കാം. ബ്ലീച്ച് ഫിഷിംഗ് എന്താണെന്ന് മനസ്സിലായോ? ബ്ലീച്ച് ഫിഷിംഗ് എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായില്ല. ഓക്കെ. അപ്പൊ എന്താണ് ബ്ലീച്ച് ഫിഷിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ മത്സ്യങ്ങളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ചില രാജ്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ മത്സ്യബന്ധനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് എന്ന് പറയുന്ന NaOCl എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്ലീച്ച് എന്ന സാധാ നാമത്തിൽ കോമൺ നെയിമിൽ അറിയപ്പെടുന്ന NaCl ഉപയോഗിച്ചിട്ട് അതൊരു ചെറിയൊരു പോയിസൺ ആണ്. ഈ മത്സ്യങ്ങളെയും പവിഴപ്പുറ്റുകളെയൊക്കെ ബോധരഹിതരാക്കും. അതിനുശേഷം അവയെ പിടിക്കുന്നു. അങ്ങനെയുള്ള ഫിഷിങ്ങിനെ നമ്മൾ ബ്ലീച്ച് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ റെഡിയായോ ബ്ലീച്ച് ഫിഷിംഗ്? ഇപ്പൊ റെഡിയായോ? അപ്പൊ ബ്ലീ അപ്പൊ അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും. ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ബ്ലീച്ച് ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന കെമിക്കൽ കോമ്പൗണ്ട് ഏത്? കോമൺ കെമിക്കൽ കോമ്പൗണ്ട് ഈസ് യൂസ്ഡ് ആസ് എ ബ്ലീച്ച് ഫിഷിംഗ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ഏതാണ്? ഏതാണ്ട് സോഡിയം ഹൈപ്പോ ക്ലോറൈഡ് അല്ല, ക്ലോറൈറ്റ്. സോഡിയം ഹൈപ്പോ ക്ലോറൈറ്റ്. മറന്നു പോരുത്. സോഡിയം ഹൈപ്പോ ക്ലോറൈറ്റ്. പിടികിട്ടിയില്ലേ? ബ്ലീച്ച് ഫിഷിംഗ് പിടികിട്ടിയില്ലേ? ഓക്കെ. നിങ്ങൾ പഠിച്ചിട്ടൊക്കെ ഒരുപാട് നാളായോ? നിങ്ങൾ പഠിച്ചിട്ടൊക്കെ? ഓക്കെ. ഓക്കെ. ഇനി ചിലപ്പോ ഈ കെമിക്കൽ നെയിമിലാണ് തരുന്നെങ്കിലേ ഈ NaOCl ചിലപ്പം ബ്ലീച്ച് എന്നും പറഞ്ഞു അല്ലെങ്കിൽ സോഡിയം ഹൈപ്പോ ക്ലോറൈറ്റ് എന്നും പറഞ്ഞ് തരാതെ ചിലപ്പോ ഇങ്ങനെ കെമിക്കൽ നെയിമിൽ തരികയാണെങ്കിൽ NaOCl എന്ന് അല്ലാതെ NaCl എന്ന് തിരിച്ചു എഴുതാൻ പറ്റും. കാരണം 3 കോമ്പൗണ്ടും വന്നാൽ അതുകൊണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. NaClO എന്നും എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതിയാലും ഇത് തന്നെയാണ് കേട്ടോ. NaClO എന്ന് എഴുതി കഴിഞ്ഞാലും ഈ സോഡിയം ഹൈപ്പോ ക്ലോറൈറ്റ് തന്നെയാണ്. ഓക്കെ. ക്ലോറിന്റെ ഒരു മണം, നിങ്ങൾ അധികം ക്ലോറിൻ മണത്ത് കഴിഞ്ഞാൽ ബോധരഹിതരാകത്തില്ല. അതേപോലെ തന്നെയാണ്. ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓക്കെ. വെള്ളത്തിൽ പെട്ടെന്ന് വളരെ ഹൈ സോലിബിലിറ്റി ഓഫ് വാട്ടർ NaOCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ NaCl സോഡിയം ഹൈപ്പോ ക്ലോറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. ഓക്കെ. ഒരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ഡിസ്ഇൻഫെക്റ്റിംഗ് പ്രോപ്പർട്ടി ഒക്കെ ഉള്ള ഒരു കമ്പോണന്റ് ആണ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. അപ്പൊ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള മീൻപിടുത്തം അതിനെയാണ് ബ്ലീച്ച് ഫിഷിംഗ് എന്ന് പറയുന്നത്. ബ്ലീച്ച് ഫിഷിംഗ്. ഇനി ഞാൻ അടുത്ത പറഞ്ഞത് LED ഫിഷിംഗ് എന്ന് പറയുന്നത്. LED ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ ചില മത്സ്യങ്ങൾ നിങ്ങളെ വീട്ടിലൊക്കെ ഈ ബൾബ് ഇടുമ്പോഴത്തേക്ക് ഒരുതരം പ്രാണികൾ വരും. അതുപോലെ തന്നെ ട്യൂബ് ലൈറ്റ് ഇടുമ്പം വേറൊരു തരം പ്രാണികൾ വരും. അല്ലെങ്കിൽ LED ബൾബ് ഇടുമ്പോൾ വേറൊരു തരം പ്രാണികൾ വരും. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലോ. അനുഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ലൈറ്റ് ഇടുമ്പോൾ കുറെ പ്രാണികൾ അടുത്ത് വരുന്നത് എന്തുകൊണ്ടാ? അതേപോലെ ലൈറ്റ് ഇടുമ്പോൾ ഈ ലാൻഡിലായിരുന്നാൽ കുറെ പ്രാണികൾ അടുത്ത് വരുന്നത്. അതുപോലെ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവര്, ഫിഷിങ്ങിന് പോകുന്നവര് ഇത്തരത്തിലുള്ള ലൈറ്റുകൾ, LED ലൈറ്റുകൾ മനസ്സിലായില്ലേ കൊണ്ട്. കാരണം ചില മീനുകൾ ഈ പ്രകാശത്തിന് നേരെ അല്ലെങ്കിൽ പ്രകാശത്തെ ആകർഷിക്കപ്പെടുന്നവയാണ്. അങ്ങനെ പ്രകാശത്തെ അട്രാക്ട് ചെയ്യുന്ന ലൈറ്റ് അട്രാക്ട് സം ഫിഷസ് ആൻഡ് മൊളസ്കൻസ് ലൈക്ക് കട്ടിൽ ഫിഷ്, സെപ്പിയ, ലോലിക എന്നൊക്കെ പറയുന്നത്. ആരാണ്ട് ലോലിഗോ, കട്ടിൽ ഫിഷ്, സെപ്പിയ എന്നൊക്കെ പറയുന്ന ആരാണ്?
കണവ അല്ലേ? ഫിഷസ് ആൻഡ് CF അറിയാലോ, കട്ടിൽ ഫിഷ് അറിയാലോ. ഫിഷസ്, കട്ടിൽ ഫിഷസ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതാണ് ലോലിഗയും സ്ക്വിഡ് എന്നൊക്കെ പറഞ്ഞു. സ്ക്വിഡ്, ലോലിഗോ, സെപ്പിയ, ഡിഫറെന്റ് വെറൈറ്റീസ് ആണ്, ഡിഫറെന്റ് സ്പീഷീസ് ആണ്. കോമൺലി നമ്മൾ വിളിക്കും കണവ എന്ന് പറയും. ഇറ്റ്സ് നോട്ട് എ ഫിഷ്, ഇറ്റ് ഈസ് എ മൊളസ്ക കേട്ടോ. മൊളസ്കൻസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള മൊളസ്കൻസ്, അതുപോലെ തന്നെ സം സോർട്ട് ഓഫ് ഫിഷസ്, ദേ ആർ അട്രാക്റ്റഡ് ടു സം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. അപ്പൊ ഈ മത്സ്യങ്ങള്, ഈ കണവകളൊക്കെ എന്ത് ചെയ്യും? ഏറ്റവും അടിത്തട്ടി കിടക്കുന്ന സാധനങ്ങളാണ്. ലൈറ്റ് മുകളിൽ അടിക്കുമ്പോഴത്തേക്ക് ഈ ലൈറ്റിൽ അട്രാക്റ്റീവ് ആയിട്ട് ഇത് മുകളിലേക്ക് വരും. അപ്പൊ പെട്ടെന്ന് അവർ പിടിക്കും ഇത്. മനസ്സിലായി? അങ്ങനെ അങ്ങനെ മത്സ്യബന്ധനം പെട്ടെന്ന് എളുപ്പത്തില്, സാധാരണ ഒരു ട്രോളർ കൊണ്ടുപോയി കണവയൊക്കെ പിടിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഹാർബറുകളിലും മറ്റും നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു വള്ളങ്ങളിൽ പോയിട്ട് കണവയെ പിടിക്കുന്നവരുണ്ട്. അവർ ഈ ലൈറ്റ് ഫിഷിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നതാണ്, കേരളത്തിൽ നിരോധിച്ചിരിക്കുന്നതാണ്. പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫൈനാണ്. ഓക്കെ, ഇതിൽ ഉപയോഗിക്കുന്നത് ഹൈ ഇന്റൻസിറ്റി ഉള്ള, ഉയർന്ന തീവ്രതയുള്ള ഈ കൃത്രിമ ലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ എന്ത് ചെയ്യുന്നത്? ലൈറ്റ് ഫിഷിംഗ് ഉപയോഗിക്കുന്നത്. അതിനെയാണ് ഇപ്പൊ LED ഫിഷിംഗ് എന്നോ ലൈറ്റ് ഫിഷിംഗ് എന്നോ ഒക്കെ വിളിക്കുന്നത്. കാര്യം പിടി കിട്ടിയോ? കാര്യം പിടി കിട്ടിയോടെ? എന്താണെന്ന് പിടി കിട്ടിയോ? ഓക്കെ, റെഡിയല്ലേ? റെഡിയല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഞാൻ കുറെ ടേമുകൾ പറയുന്നതാണ്. ഇത് പഠിക്കുന്നതോടൊപ്പം നമ്മൾ പഠിക്കേണ്ട കുറച്ച് ടേമുകളെ കുറിച്ച് ഞാൻ ഇവിടെ നിങ്ങളോട് പറയുകയാണ്. ഇനി അതുപോലെ തന്നെ ബ്ലാക്ക് ലൈറ്റ് ഫിഷിംഗ് ഉണ്ട്. ബ്ലാക്ക് ലൈറ്റ് ഫിഷിംഗ്. ഓക്കെ, ഞാൻ എഴുതുന്ന കാണാൻ പറ്റുന്നുണ്ടോ? എഴുതുന്ന കാണാമോ? അതോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണോ? അതോ ബ്ലാക്ക് വേണോ? അതാണ് കണ്ണിന് യോജ്യം. കാണാം. ഓക്കെ, അപ്പൊ ബ്ലാക്ക് ലൈറ്റ്. ഇനി അടുത്ത നമ്മളിപ്പോ LED ഫിഷിംഗ് കഴിഞ്ഞു, ബ്ലീച്ച് ഫിഷിംഗ്, ഗോസ്റ്റ് പഠിച്ചു, ബ്ലീച്ച് പഠിച്ചു, LED പഠിച്ചു. ഇനി ബ്ലാക്ക് ലൈറ്റ് ഫിഷിംഗ് എന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലേക്ക് എന്ത് വരണം? എന്താണ് ബ്ലാക്ക് ലൈറ്റ് ഫിഷിംഗ്? കേട്ടിട്ടുണ്ടോ? ബ്ലാക്ക് ലൈറ്റ്, അതിൽ തന്നെ അർത്ഥമുണ്ടല്ലോ, ബ്ലാക്ക് ലൈറ്റ് ഫിഷിംഗ്. നമുക്കറിയാം ഫിഷസ് ഒക്കെ, അതിന് ഫിഷസിന്റെ ബോഡീസ്, പല ടൈപ്പ് ഓഫ് ഫിഷസിന്റെ മോർഫോളജി പഠിക്കപ്പെടുത്തിയ ബോഡി പരിശോധിച്ചു കഴിഞ്ഞാല് പല തരത്തിലുള്ള ബോഡി കളറേഷൻസ്, ഫ്ലൂറസന്റ് കളറേഷൻസ് ഉള്ള ഫിഷസുകളാണ്. അപ്പൊ ഒരു പ്രത്യേക തരത്തിലുള്ള ബ്ലാക്ക് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ LED പറഞ്ഞതുപോലെ തന്നെയാണ്. മനസ്സിലായില്ലേ? ഫ്ലൂറസന്റ് ആയിട്ടുള്ള കളറാണെങ്കിൽ, ഫ്ലൂറസന്റ് രീതിയിലുള്ള കളറാണെങ്കിൽ അത് നന്നായിട്ട് പ്രതിഫലിപ്പിക്കും. മനസ്സിലായില്ലേ? നന്നായിട്ട് കാണാൻ പറ്റും രാത്രിയിൽ ഫിഷിനെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള ഫിഷിംഗ്. ഇതും നിരോധിച്ചിട്ടുള്ള ഫിഷിംഗ് ആണ്, ബ്ലാക്ക് ലൈറ്റ് ഫിഷിംഗ്. ആ ലൈറ്റ് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇത്തരത്തിൽ നല്ല വെട്ടത്തിൽ അല്ലെങ്കിൽ നല്ല കളറേഷൻ ഉള്ള ഫിഷസിനെ വ്യക്തമായിട്ട് അവർക്ക് കാണാൻ പറ്റും. അങ്ങനെ കണ്ടുകൊണ്ട് ഇത് മുകളിലേക്ക്, ഉപരിതലത്തിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ കണ്ടുകൊണ്ട് ഫിഷിംഗ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ളതിനെ നമ്മൾ ബ്ലാക്ക് ലൈറ്റ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഹെലികോപ്റ്റർ ഫിഷിംഗ് ഉണ്ട്. ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട്, അതൊരു സാഹസിക മത്സ്യബന്ധനമാണ് ഹെലികോപ്റ്റർ ഫിഷിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഹെലികോപ്റ്ററിന്റെ അപ്പോളോ ഫിഷിംഗ് ഉണ്ട്. അപ്പോളോ, അത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോളോ എന്ന് പറയുന്ന ഫിഷിംഗ് ഉണ്ട്. അപ്പോളോ റിംഗ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പിടിക്കുന്ന അപ്പോളോ ഫിഷിംഗ് ഉണ്ട്. ജാഗ് ഫിഷിംഗ് ഉണ്ട്. ജാഗ് ഫിഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒഫൻസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഫിഷിംഗ് ആണ് ഈ ജാഗ് ഫിഷിംഗ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ജാഗ് ഉണ്ട്, അതുപോലെ തന്നെ ബാസ് ഫിഷിംഗ് ഉണ്ട്, സ്ക്വയർ ഫിഷിംഗ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ ഒരു ഏരിയയിൽ ഇത്തരത്തിലുള്ള കുറെ ഫിഷിംഗ് മെത്തഡോളജികൾ നമ്മൾ പഠിക്കണം. അതില് ആദ്യത്തെ ഫിഷിംഗ് മെത്തഡോളജിയാണ് നമ്മൾ ഈ പറഞ്ഞ ഗോസ്റ്റ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഗോസ്റ്റ് ഫിഷിംഗ് എന്ന് പറയാം. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഗോസ്റ്റ് ഫിഷിംഗ് എന്ന് പറയുമ്പോൾ, ഗോസ്റ്റ് ഫിഷിംഗില് നമ്മളെ ധാരാളം അനിമൽസ് കൊല്ലപ്പെടുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ മറൈൻ എൻവയോൺമെന്റിൽ നിന്ന് ധാരാളമായിട്ട് അനിമൽസ് നഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഡെത്തായി പോകുന്നുണ്ട്.
മനസ്സിലായില്ലേ? നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കടലിലെ ആവാസ വ്യവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ മറൈൻ ഹാബിറ്റാറ്റില് ഫിഷസ് ഉണ്ട്, മറൈൻ മാമൽസ് ഉണ്ട്, റെപ്റ്റൈൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻവെർട്ടിബേറ്റ്സ് ഉണ്ട്. ഇൻവെർട്ടിബേറ്റ്സ് ലൈക്ക് ക്രസ്റ്റേഷ്യൻസ്, ബൊളസ്ക്, എക്കനോഡേംസ്, നൈഡേറിയൻസ്, അല്ലേ? അങ്ങനെ പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേംസ്, അങ്ങനെ പല തരത്തിലുള്ള അനിമൽസ് ഈ കടലിലെ അടുത്തിൽ കാണാൻ പറ്റും. അപ്പൊ ഈ സാധനങ്ങളെല്ലാം നശിപ്പിക്കുന്ന തരത്തിലുള്ള എന്താ പറയാ ഈ ഫിഷിംഗ് ഗിയറുകളുടെ ഒന്നുകിൽ അവര് കളയുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ അവര് കേടായി പോകുമ്പോൾ എടുത്ത് കളയുന്നത്, അവരുടെ മെക്കാനിക്കൽ ആയിട്ടുള്ള ഫീസിബിലിറ്റീസ് ഒക്കെ ഇല്ലാതാകുമ്പോഴത്തേക്ക് കടലിൽ തന്നെ ഉപേക്ഷിക്കപ്പെടുന്നു. അങ്ങനെ ഉപേക്ഷിക്കപ്പെടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഈ മത്സ്യങ്ങൾക്ക് അല്ലെങ്കിൽ കടലിലുള്ള മറ്റ് മാമൽസിന് ഡെത്ത് സംഭവിക്കുക, അല്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ ജീവന് തന്നെ അപകടമായിട്ട് മാറും. അതായത് ദിസ് ടൈപ്പ് ഓഫ് ഗിയേഴ്സ് കണ്ടിന്യൂസ് ടു ഫിഷ് ആൻഡ് ട്രാപ്പ് അനിമൽസ്, അല്ലെങ്കിൽ എൻഡാങ്കിൾ ആൻഡ് പൊട്ടൻഷ്യലി കിൽ മറൈൻ ലൈഫ്സ്, ടോട്ടൽ മറൈൻ ലൈഫ്സ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ദ സ്മൂത്തർ ഹാബിറ്റാറ്റ് ആൻഡ് ആക്ട് ആസ് എ ഹസാർഡ്സ് ഓഫ് നാവിഗേഷൻസ് ലൈക്ക് ഈ ഫിഷിംഗ് ബോട്ട്സ്, ഷിപ്സ് എക്സെട്ര. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഗോസ്റ്റ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയൊരു വലിയൊരു സംവിധാനമാണ് ഗോസ്റ്റ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മളിപ്പോ കണ്ടതാണ്, ആ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ഗോസ്റ്റ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പം അവിടെ പഠിക്കേണ്ടി വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പം മറൈൻ അനിമൽസ്, നിങ്ങൾ ഓരോരുത്തർ ഓരോ എക്സാമ്പിൾസ് എന്റെ അടുത്ത് പറയണം. മറൈൻ അനിമൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും ഏതൊക്കെയാണല്ലോ മറൈൻ അനിമൽസ്, ഏതൊക്കെയുണ്ട് മറൈൻ അനിമൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് പറഞ്ഞേ. മറൈൻ അനിമൽസിനെ വേണമെങ്കിൽ നമുക്ക് തിരിക്കാം. മറൈൻ അനിമൽസ് ഒന്നാമത്തത് ഫിഷസ്, ഞാൻ പറഞ്ഞു. ഫിഷസ് നിങ്ങൾ പറയേണ്ട ഏതൊക്കെയാണെന്നുള്ളത്. ഇഷ്ടംപോലെ ഫിഷസ് ഉണ്ട്, ഏത് ഫിഷസും ആയിക്കോട്ടെ. ഓക്കെ, അടുത്ത രണ്ടാമത്തത് മറൈൻ മാമൽസ്. പറഞ്ഞേ ഏതൊക്കെയുണ്ട് മറൈൻ മാമൽസ്? മറൈൻ മാമൽസ് ഏതാണ്? വെയിൽസ്, 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 വെയിൽസ്. ഡോൾഫിൻ ഇല്ലേ? ഡോൾഫിൻ ഇല്ലേ? ഡോൾഫിൻസ്. പിന്നെ സീൽസ് ഇല്ലേ? സീൽസ്. പിന്നെ ഏതാണ്? സീ ലയൺസ്. സീ ലയൺസിനെ കണ്ടിട്ടില്ലേ? പിക്ചറിലെങ്കിലും കണ്ടിട്ടില്ലേ സീ ലയൺസിനെ? ഡഗോങ്സ്, ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? ആദ്യം കേൾക്കണോ? ഡഗോങ്സ് ഒക്കെ ആദ്യം കേൾക്കണോ? ഡഗോങ്സ് ഉണ്ട്, സൈറീൻസ് ഉണ്ട്, മാൻഡീസ് ഉണ്ട്, ഒത്തിരി അനിമൽസ് ഉണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇത് നമ്മുടെ റെപ്റ്റൈൽസ് ഉണ്ട്. മറൈനിൽ നോക്കിക്കഴിഞ്ഞാല് മാമൽസിനെ പോലെ തന്നെ റെപ്റ്റൈൽസ് ഉണ്ട്. ഏതൊക്കെയാണ് റെപ്റ്റൈൽസ് എന്ന് പറയുന്നത്? ഏതൊക്കെയുണ്ട് റെപ്റ്റൈൽസ് എന്ന് പറയുന്നത്? സീ ടർട്ടിലുണ്ട്. ഇനി ഏതാ? സീ ടർട്ടിലുണ്ട്, കടൽ ആമ എന്ന് പറയുന്ന സാധനം, സീ ടർട്ടിലുണ്ട്. പിന്നെ സീ സ്നേക്സ് ഉണ്ട്, പിന്നെ ഇഗ്വാന, മറൈൻ ഇഗ്വാന എന്ന് പറയും. മറൈൻ ഇഗ്വാന, അല്ലെ? ഇഗ്വാനാസ് ഉണ്ട്, മറൈൻ ഇഗ്വാനാസ് ഉണ്ട്. ഓട്ടെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സാൾട്ട് വാട്ടറിലേക്ക് കാണപ്പെടുന്ന സാൾട്ട് വാട്ടർ ക്രൊക്കഡൈൽസ് ഉണ്ട്. സാൾട്ട് വാട്ടർ ക്രൊക്കഡൈൽസ് എന്ന് പറയും. സാൾട്ട് വാട്ടർ ക്രൊക്കഡൈൽസ് ഉണ്ട്. അപ്പൊ ഇത്രയും റെപ്റ്റൈൽസ് ആണ്. അതുപോലെ തന്നെ വളരെ ഭീകരമായിട്ടുള്ള ഒരു, ഇതെല്ലാം വെർട്ടിബ്രേറ്റ്സ് ആണ് പറഞ്ഞത്, കോഡൈറ്റ്സ് ആണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഗോസ്റ്റ് ഫിഷിങ്ങിന് ബാധകമാവുന്ന ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. ഓക്കെ, ഗോസ്റ്റ് ഫിഷിങ്ങിന് ബാധകമാകുന്ന അനവധി ആയിരക്കണക്കിന് തൗസൻഡ്സ് ഓഫ് ലാക്സ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് ഉണ്ട്. ഇൻവെർട്ടിബ്രേറ്റ്സ് എന്ന് വെച്ചാൽ നോൺ കോഡേറ്റ്സ്. ഇൻവെർട്ടിബ്രേറ്റ്സ് മീൻസ് നോൺ കോഡേറ്റ്സ്, നട്ടലില്ലാത്ത ജീവികൾ. നോൺ കോഡേറ്റ്സ്, നട്ടലില്ലാത്ത ജീവികളുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നതും കാണുന്നതും ഒക്കെ പ്രധാനമായിട്ടും ഈ ക്രസ്റ്റേഷ്യൻസിൽ വരുന്നതാണ്. ക്രസ്റ്റേഷ്യൻസിൽ വരുന്ന ഗ്രൂപ്പുകൾ ആരൊക്കെയുണ്ട്? ഓരോന്ന് പറയട്ടെ. ക്രസ്റ്റേഷ്യൻസ് ആരൊക്കെയാണ്? അതില് ഏറ്റവും പ്രധാനപ്പെട്ട ക്രസ്റ്റേഷ്യൻസ്, ലോകത്തില്
ഏറ്റവും കൂടുതൽ അനിമൽ ഉള്ള ഫൈലം ഏതാ? ലോകത്തെ ഏറ്റവും കൂടുതൽ അനിമൽസ് ഉൾപ്പെടുന്ന ഫൈലം ഏതാ? ഫൈലം വിച്ച് ഫൈല? ഏതാ ഫൈലം? അയ്യോ, ഏതാ ഫൈലം? ദ വേൾഡ് ലാർജസ്റ്റ് ഫൈല ഇൻ ദ വേൾഡ്. ദ ലാർജസ്റ്റ് ഫൈല ഇൻ ദ വേൾഡ്. ഫൈലം. ഏറ്റവും വലിയ ഫൈലം ഏതടേ? ഏറ്റവും വലിയ ഫൈലം ഏതാ? വെരി ഗുഡ്. ആർത്രോപോഡ. ആർത്രോപോഡ. അതിലെ ഏത് ക്ലാസ്സാ ഏറ്റവും കൂടുതലുള്ള? ഈ ആർത്രോപോഡയിൽ തന്നെ ഡിഫറെന്റ് ക്ലാസ്സസ് ഉണ്ട്. അതിലെ ഏത് ക്ലാസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്? വിച്ച് ക്ലാസ്? ഏറ്റവും വലിയ ക്ലാസ്. അതിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ അനിമൽസ് ഉള്ളത്. ആ ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ അനിമൽസ്. ഏതാ ക്ലാസ്? ക്ലാസ് ഏത് ക്ലാസ്? ഏ ഏതാ? അതിലൊരു ക്ലാസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതല്ല. ഇതിൽ ഏറ്റവും കൂടുതൽ അനിമൽ ഉള്ള ക്ലാസ് ഏതാ? ക്ലാസ് ഇൻസെക്റ്റ. കേട്ടോ, ഇൻസെക്റ്റ. ഇൻസെക്ട്സ് ഉൾപ്പെടുന്ന, അല്ലേ? നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത തന്നെ എന്തോരം, നിങ്ങളുടെ ലൈറ്റ് ഒരു ബൾബ് കത്തിച്ചു വെച്ചാൽ അതിൽ 100 കണക്കിന് ഇൻസെക്ട്സ് വന്നിരിക്കും. നമുക്ക് കണ്ണുകൊണ്ട് വളരെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്ന. അപ്പം കോടാനുകോടി ഇൻസെക്റ്റുകൾ ഉള്ള ഒരു ക്ലാസ് ആണ് ക്ലാസ് ഇൻസെക്ട് എന്നത്. അപ്പൊ ഏറ്റവും വലിയ ഫൈലം ആർത്രോപോഡ, ഏറ്റവും വലിയ ക്ലാസ് ഇൻസെക്റ്റ, ഏറ്റവും വലിയ ക്ലാസ് ഇൻസെക്ട് എന്ന് പറയും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്നത് ഗോസ്റ്റ് ഫിഷിങ്ങിന് ബാധകമാവുന്ന ക്രസ്റ്റേഷ്യൻസ്. ക്രസ്റ്റേഷ്യൻസിൽ പ്രധാനമായിട്ടും ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ, നമുക്ക് ഈ സിലബസിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള, ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്ന ഒരാളാണ്. ആരാണ് നമ്മുടെ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അക്വാകൾച്ചറിന് ഉപയോഗിക്കുന്ന ആള് ആരാ? ആരാടേ? ഷ്രിമ്പ്. ഈ ഷ്രിമ്പിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും പിനൈഡും ഉണ്ട്, നോൺ പിനൈഡും ഉണ്ട്, അല്ലേ? ഇല്ലേ മക്കളെ? ഇല്ലയോടെ? ഇല്ലയോ? അപ്പൊ നമുക്ക് പിനൈഡിനെ കുറിച്ചും പിനൈഡ് ഷിമ്പിനെ കുറിച്ച് പഠിക്കാനുണ്ട്, നോൺ പിനൈഡ് ഷിമ്പിനെ കുറിച്ച് പഠിക്കാനുണ്ട്. രണ്ടിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി എന്താണ് വാട്ട് ഈസ് നോൺ പിനൈഡ്? പിനൈഡ് എടേ, വാട്ട് ഈസ് പിനൈഡ് ഷിമ്പ് ആൻഡ് നോൺ പിനൈഡ് ഷിമ്പ്? സാറിന് വേറെ ജോലി ഇല്ലേ, കുറെ നേരം കൊണ്ട് ചോദിക്കുകയില്ലേ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കത്തുള്ളൂ. റെഡി ആവാൻ പറ്റത്തില്ല, പഠിച്ചേ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, കുറെ കാര്യങ്ങൾ നിങ്ങളോട് അധികം പറയാനുണ്ടെന്ന് പറഞ്ഞത്. വാട്ട് ഈസ് ഷ്രിമ്പ്? വേണ്ട, ഈ ക്വസ്റ്റ്യൻ പറഞ്ഞു മതി. വാട്ട് ഈസ് ഷ്രിമ്പ്? എന്താണ് ഷ്രിമ്പ്? ഡെഫിനിഷൻ പറഞ്ഞേ. ഷ്രിമ്പ് എന്ന് പറഞ്ഞല്ലോ നമ്മള്. എന്താണ് ഷ്രിമ്പ്? ആ ആ ആ വരട്ടെ. മറൈൻ. അതല്ല ഞാൻ ഇവിടെ പറഞ്ഞു മറൈൻ ക്രസ്റ്റേഷ്യൻ ആണ് ഷ്രിമ്പ് എന്ന് പറയുന്നത്. മറൈൻ ക്രസ്റ്റേഷ്യൻ ആണ് ഷ്രിമ്പ് എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ച വാട്ട് ഈസ് ഷ്രിമ്പ്? ഒരു വാക്കുകൂടെ കിട്ടാണ്ട്. മറൈൻ 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 വെറുതെ പ്രാണെന്ന് പറയല്ലേ. മറൈൻ പിനൈഡ്. ഇതാണ് മറൈൻ പിനൈഡ് പ്രോൺസ്. മനസ്സിലായല്ലേ? തുടക്കം മുതൽ നിങ്ങളെ പഠിപ്പിച്ചേ പറ്റൂ അല്ലേ? ദ റെയറിംഗ് ഓഫ് മറൈൻ പിനൈഡ് പ്രോൺസ് ഈസ് കോൾഡ് ഷ്രിമ്പ്, അല്ലെങ്കിൽ ഷ്രിമ്പ് കൾച്ചർ എന്നൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ മറൈൻ പ്രോൺ കൾച്ചർ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, അതിനല്ലെങ്കിൽ ഷെൽ ഫിഷ് കൾച്ചർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് ഷ്രിമ്പിൽ പിനൈഡും എന്താണ് നോൺ പിനൈഡും എന്നാണ് ഞാൻ ചോദിച്ചത്. ഇനി എന്താണ് നോൺ പിനൈഡ്? വാട്ട് ഈസ് പിനൈഡ് ഷ്രിമ്പ്? എന്താണ് പിനൈഡ് ഷ്രിമ്പ്? എന്താണ് നോൺ പിനൈഡ് ഷ്രിമ്പ്? എന്താണ് നോൺ പിനൈഡ്?
പറഞ്ഞേ. അല്ല എന്ത് ഇൻഡിക്കേഷനിൽ വെച്ചാണ് നമ്മൾ ഇവരെ തരംതിരിക്കുന്നതെന്ന് പറഞ്ഞാലും മതി. നമ്മൾ പറഞ്ഞില്ലേ പിന്നീട് പ്രാൺസിനെയാണ് പിന്നീട് പ്രാൺസ് ആർ കോൾഡ് ഷ്രിമ്പ്. ഓക്കെ, പിന്നീട് പ്രോൺസ് പിന്നീട് പ്രോൺസിനെയാണ് നമ്മൾ ഷ്രിം എന്ന് വിളിക്കുന്നത്, ഷിം എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നിങ്ങൾ എപ്പോഴും കഴിക്കുന്ന സാധാരണ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന നമ്മൾക്ക് കിട്ടുന്ന സാധാരണ നമ്മൾ കാണുന്ന നമ്മുടെ പീനിയസ് ഇൻഡിക്കസ് എന്ന് പറയുന്ന കൊഞ്ച് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സാധനം. ഓക്കെ, അപ്പൊ ഷിം അപ്പൊ ശ്രദ്ധിച്ചോളണേ, പിന്നീട് പ്രോൺസ് ആർ കോൾഡ് ഷ്രിമ്പ്. പിന്നീട് പ്രോൺസ് ആർ കോൾഡ് ഷ്രിമ്പ്. പിന്നീട് പ്രോൺസ് ആർ കോൾഡ് ഷ്രിമ്പ്. ഓക്കെ, പിന്നീട് പ്രോൺസിനെയാണ് ഷ്രിമ്പ് എന്ന് വിളിക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞു പിന്നീട് പ്രോൺസിനെയാണ് പ്രോൺസിനെ ഷ്രിമ്പ് എന്ന് വിളിക്കുന്നു. അപ്പൊ വാട്ട് ഈസ് ഷ്രിമ്പ്? സോറി, പ്രോൺസ് എന്താണ് പ്രോൺസ്? പിന്നീട് നോൺ പിന്നീട് അവിടെ നിൽക്കട്ടെ, പിന്നീടും നോൺ പിന്നീട് അവിടെ നിൽക്കട്ടെ. നമ്മൾ ഓൾറെഡി ഇപ്പം വാട്ട് ഈസ് ഷ്രിമ്പ് എന്ന് പഠിച്ചു. പിന്നീട് പ്രോൺസിനെയാണ് ഷ്രിമ്പ്, അല്ലെങ്കിൽ പിന്നീടും നോൺ പിന്നീടും ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് അതിന്റെ കാലുകളുടെ വ്യത്യാസമാണ്, കാലുകൾ കേട്ടോ. കാലുകളുടെ സെഗ്രിഗേഷനും കോമ്പിനേഷനുള്ള ചേർത്തിട്ട് നോൺ അത് വ്യക്തമായിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. അത് മാക്സിലിപ്പെട്ട് വെച്ചിട്ട് നമ്മൾ തരംതിരിക്കുന്നതാണ് പിന്നീടും നോൺ പിന്നീടും. അത് അവിടെ നിന്നോട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഷ്രിമ്പ് എന്താണെന്ന് കിട്ടി. പിന്നീടായിരിക്കുന്ന പ്രോൺസിനെയാണ് ഷ്രിമ്പ് എന്ന് വിളിക്കുന്നത്. ഇനി പ്രോൺസ് എന്താണ്? ഞാൻ ഈ ഒരു അർത്ഥത്തിലാണ് ചോദിച്ചത്. പിന്നീട് പ്രോൺസിനെ ഷ്രിമ്പ് എന്ന് വിളിക്കുന്നു. പിന്നീട് പ്രോൺസിനെ വിളിക്കുന്ന പേരാണ് ഷ്രിമ്പ്. പിന്നീട് പ്രോൺസ് ആർ കോൾഡ് ഷ്രിമ്പ്. അങ്ങനെയാണെങ്കിൽ പ്രോൺസ് എന്താണെന്നാ ചോദിച്ചത്. വാട്ട് ഈസ് പ്രോൺസ്? എന്താണ് പ്രോൺസ്? എന്താണ് പ്രോൺസ്? എന്താണ് പ്രോൺസ്? വാട്ട് ഈസ് പ്രോൺസ്? നിങ്ങൾ ആദ്യം കേൾക്കുന്നതാണോ അത് എന്നെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ മിണ്ടായിരിക്കുന്നതാണോ? സാർ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് മിണ്ടായിരിക്കുന്നതാണോ? അവിടെ ഏ അല്ല, അതൊക്കെ പിന്നീട്, അതൊക്കെ പോട്ടെ, അതൊക്കെ വിട്ടേക്ക്. ഞാൻ ചോദിച്ച വാട്ട് ഈസ് പ്രോൺസ്? ഫ്രഷ് വാട്ടർ ആണ് എന്നുള്ള കാര്യം ഒരാൾ പറഞ്ഞു. അതല്ലാതെ നിങ്ങൾ ഇത്രയും പഠിച്ച ആൾക്കാരല്ലേ, അപ്പൊ അത് വെച്ചിട്ട് പ്രോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് 10 കാലുള്ള ആളിനെയാണ് പ്രോൺ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഉദ്ദേശിച്ചത് ആണോ? അതായത് പിന്നെ വേറെ ചോദ്യം ചോദിക്കാം ഞാൻ. ഈ ഷിംബും പ്രോൺസും ഒന്നാണോ? ഷിംബും പ്രോൺസും ഒന്നാണോ? അല്ല. അപ്പൊ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാലും മതി. എന്താണ് വ്യത്യാസം? ഒന്ന് മറൈനും ഒന്ന് ഫ്രഷ് വാട്ടറും, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? എല്ലാം ഭക്ഷ്യയോഗ്യമായതാ. എല്ലാം ഭക്ഷ്യയോഗ്യമായതാ. പ്രോൺസും ഷിംബും എഡിബിൾ ആണ്. ഭയങ്കര എക്കണോമിക് വാല്യൂ ഉള്ളതാണ്. ഭയങ്കര സംഭവമാണ്. ഓക്കേ. അപ്പൊ നമുക്ക് അതൊരു വിഷയമായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തലയ്ക്കകത്ത് കയറത്തുമില്ല, പ്രശ്നമാവുകയും ചെയ്യും. ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ട്. അപ്പൊ നമുക്കത് അക്വാകൾച്ചർ പഠിക്കുമ്പോഴത്തേക്ക് പ്രോൺ കൾച്ചർ പിന്നീഡും
നോൺ പീരീഡ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് അത് വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം. എന്താണെന്നുള്ളത് വളരെ കാര്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പ്രാക്ടീസസ് ഇല്ലാത്തതുകൊണ്ട് പിന്നീട് നോക്കാത്തതുകൊണ്ട് എല്ലാവരും എല്ലാം മറന്നിരിക്കുകയാണ് അല്ലേ? അതല്ലേ അവസ്ഥ? അതല്ലേടെ അവസ്ഥ അല്ലേ? അപ്പൊ ഞാൻ കാരണം നിങ്ങളെ ഒന്ന് റീകോൾ ചെയ്ത് നോക്കിയതാ ഞാന്. കേട്ടോ? ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴത്തേക്ക് അത് ഒന്ന് റീകോൾ ചെയ്ത് നോക്കിയാണ്. പക്ഷെ നിങ്ങള് ഒരു കോള് തന്നിട്ട് നിങ്ങൾ ഉണരുന്നില്ല. അപ്പം ഞാൻ ഓരോന്നായിട്ട് പറയുക എന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് തോന്നുന്നത് അല്ലേ? ഇല്ലടെ? പോട്ടെ. അപ്പം അപ്പൊ നമുക്ക് ഇതിലേക്ക് വരാം. പെട്ടെന്ന് ഇതിലേക്ക് വരാം. നമുക്ക് ഇപ്പൊ തന്നെ ക്ലാസ് അവസാനിപ്പിക്കാം. എന്താണ് അപ്പൊ ക്രസ്റ്റേഷ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് അപ്പൊ ഗോസ്റ്റ് ഫിഷിംഗിൽ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചത്തുപോകുന്ന അല്ലെങ്കിൽ ഇല്ലാതായി പോകുന്ന ക്രസ്റ്റേഷ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഷ്രിമ്പ്, ഓക്കെ, ഷ്രിമ്പ്, പിന്നെ ക്രാബ്, പിന്നെ ലോബ്സ്റ്റർ. ഇതൊക്കെ കേട്ടിട്ടില്ലെങ്കിൽ പറയണേ ഈ ടേമുകളൊന്നും. ലോബ്സ്റ്റർ കേട്ടിട്ടുണ്ടോ? ലോബ്സ്റ്റർ എന്താണ്? ഇറ്റ്സ് ലുക്ക് ലൈക്ക് അല്ലെങ്കിൽ അടുത്ത ആരുടെ കൂട്ടുകാരനാണ്? ഷ്രിമ്പിന്റെ അടുത്ത കൂട്ടുകാരനാണ് ലോബ്സ്റ്റർ. ലോബ്സ്റ്റർ എന്ന് പറയുന്നത് ഡീപ് സീ ആണെന്നേ ഉള്ളൂ. ലോബ്സ്റ്റർ, പിന്നെ രണ്ടാമത് വരുന്നത് ആദ്യം ക്രസ്റ്റേഷ്യൻസ് വരും, പിന്നെ വരുന്നത് മൊളസ്കൻസ് ആണ്. മൊളസ്ക് ആണ്. പിന്നെ വരുന്ന മൊളസ്കൻസിൽ ആരൊക്കെ വരുന്നത്? മൊളസ്കിൽ ആരൊക്കെ വരുന്നത്? സ്നൈൽസ് വരും, പിന്നെ പിന്നെ ആരുടെ? ക്ലാബ്സ് അല്ലേ? ക്ലാംസ്, ഓയിസ്റ്റേഴ്സ് വരും, പിന്നെ നമ്മൾ എപ്പോഴും ഭയങ്കര വില കൊടുത്ത് വാങ്ങി കഴിക്കുന്ന രണ്ടെണ്ണമാണ് ഏതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? ഏതൊക്കെയാണ്? ലൈറ്റ് ഫിഷിംഗ്, LED ഫിഷിംഗിൽ പറഞ്ഞില്ലേ? LED ഫിഷിംഗിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏതൊക്കെ? സ്ക്വിഡ്, പിന്നെ ഒക്ടോപ്പസ്. ഈ സ്ക്വിഡ് നമ്മൾ പല പേരിൽ വിളിക്കും, പല സ്പീഷീസ് ആയതുകൊണ്ട് സ്ക്വിഡ്. അതിൽ സെപ്പിയുണ്ട്, കണവയുണ്ട്, സെപ്പിയുണ്ട്, സെപ്പിയുണ്ട്. അത് പല സ്പീഷീസ് സെപ്പിയുണ്ട്. പിന്നെ ആരുണ്ട്? ലോലിഗോ ഉണ്ട്. ലോലിഗോ ഉണ്ട്. ലോലിഗോ ഡിവാസിലി ആണ് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളത്. സെപ്പിയുടെ സയന്റിഫിക് നെയിം എന്താ? കണവയുടെ സയന്റിഫിക് നെയിം എന്താ? സെപ്പിയുടെ സയന്റിഫിക് നെയിം എന്താ? സെപ്പിയ. കണവയുടെ സയന്റിഫിക് നെയിം? നമ്മൾ സാധാരണ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന നോർമൽ കട്ടിൽ ഫിഷിന്റെ ഇതിന്റെ കോമൺ നെയിം, സെപ്പിയയുടെ കോമൺ നെയിം നമ്മൾ കട്ടിൽ ഫിഷ്, CF എന്ന് പറയും. കട്ടിൽ ഫിഷ് കോമൺ ആയിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ കേരളത്തിൽ നിങ്ങളൊക്കെ കഴിക്കുന്ന ആ സെപ്പി എന്താണ്? സെപ്പിയ എസ്കുലന്റ് അല്ലെ? സെപ്പിയ എസ്കുലന്റ് ആണ്. ഓക്കെ. അപ്പൊ ലോലിഗോ, സെപ്പിയ, പിന്നെ ഒക്ടോപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീരാളിയാണ്. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് ഫിഷിങ്ങിന് കാരണമാകുന്നത് എക്കൈനോഡേംസ് ആണ്. എക്കൈനോഡേംസ് ആരൊക്കെ വരെ നേരത്തെ കുറച്ച് പേര് പറഞ്ഞു. അത് ഞാൻ മറൈൻ, സിയർച്ചിൻ. ഇത് വെറുതെ കേട്ടോണ്ടിരിക്കരുത്. നോട്ട്സിൽ ചിലപ്പോൾ ഇതൊന്നും വരത്തില്ല, ഓപ്ഷനിൽ ഇത് കാണും. സിയർച്ചിൻ, സ്റ്റാർ ഫിഷ്, പിന്നെ സീ കുക്കുംബർ അല്ലേ? സീ കുക്കുംബർ. നമ്മള് സീ കുക്കുംബർ ഒന്നും കഴിക്കുന്നില്ലെന്നുള്ളൂ. മറ്റു രാജ്യക്കാർക്ക് ഇഷ്ടം പോലെ ഭക്ഷണത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ സീ കുക്കുംബർ ഒക്കെ, കേട്ടോ? ഓക്കെ. പിന്നെ നൈഡേറിയൻസ് ഉണ്ട്. നൈഡേറിയൻസ് ആരൊക്കെ ഉണ്ട്? നമ്മൾ സാധാരണയായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഗോസ്റ്റ് ഫിഷിങ്ങിലൂടെ കൈമോശം വരുന്ന അല്ലെങ്കിൽ ഗോസ്റ്റ് ഫിഷിങ്ങിന് ബാധകമാകുന്ന നൈഡേറിയൻസ് ആരാണ്ട്? നൈഡേറിയ ആരാണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള സാധനമാണ് നൈഡേറിയൻസ്. ആരുടെ? പറയടേ. ദ ഗ്രേറ്റ് ബാരിയർ റീഫ് ഓഫ് എവിടാ? ദ ഗ്രേറ്റ് ബാരിയർ റീഫ് എവിടെയാ? ഓസ്ട്രേലിയ. അവിടെ എന്താ ഉള്ളത്? ബാരിയർ റീഫിൽ എന്താ ഉള്ളേ? കോറൽസ്, പവിഴപ്പുറ്റുകള്, കോറൽസ്. അപ്പം നിഡേറിയൻസ് വരുന്ന ആളാണ് ഈ കോറൽസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ജെല്ലി ഫിഷ്. നമ്മള് മീൻ ഇവിടെ നമ്മളിപ്പോ ഹാർബറിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ മീൻ പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത്
സാധാരണ താങ്ങുവള്ളങ്ങളൊക്കെ മീൻ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ധാരാളമായിട്ട് ജെല്ലി ഫിഷ് അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ ഹാർബറിലൊക്കെ ശ്രദ്ധിക്കാതെ നടന്നു കഴിഞ്ഞാൽ തെന്നി വീഴും. ഭയങ്കരമായിട്ട് തെന്നി വീഴാൻ സാധ്യതയുണ്ട്. കാരണം വെള്ളം പോലെ കിടക്കും അത്. പക്ഷെ അത് കടലിലെ അക്വാട്ടിക് ഇക്കോ സിസ്റ്റത്തിന്, മറൈൻ അക്വാട്ടിക് ഇക്കോ സിസ്റ്റത്തിന്റെ സസ്റ്റൈനബിലിറ്റിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ജെല്ലി ഫിഷ് എന്നുള്ളത്. അത് നമുക്ക് പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ആമ, ടർട്ടൈൽ, മറൈൻ ടർട്ടൈൽ എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മുടെ ട്യൂണയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു സാധനമാണ്. അതൊക്കെ ഞാൻ പറഞ്ഞു തരും പഠിപ്പിക്കുന്ന സമയത്ത്. അപ്പൊ കോറൽസ്, ജെല്ലി ഫിഷ്, അതുപോലെ തന്നെ ജെല്ലി ഫിഷ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഫിഷ് കണക്കൊന്നുമല്ല ഇരിക്കുന്നത്. എങ്ങനെ ഇരിക്കുന്ന ജെല്ലി ഫിഷ്? അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ജസ്റ്റ് ഒരു കണ്ണാടി പോലെ ഇങ്ങനെ പടർന്ന് കിടക്കും. മനസ്സിലായില്ലേ? ഒരു കണ്ണാടി പോലെ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ കിടക്കും. ദിസ് ഈസ് ലുക്ക് ലൈക്ക് ജെല്ലി ഫിഷ്. ഇങ്ങനെ കിടക്കുന്ന സാധനമാണ് ജെല്ലി ഫിഷ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് അതുപോലെ തന്നെ സീ അനിമോൺസ് ഉണ്ട്. സീ അനിമോൺസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേംസ് ഉണ്ട്. അക്കോട്ടിക് വേംസ് ഉണ്ട്, വിരകള്, അക്കോട്ടിക് വേംസ് കേട്ടോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്കോട്ടിക് വേംസ് ഉണ്ട്. പിന്നെ സീ ബേർഡ്സ് ഉണ്ട്, സീ വീഡ്സ് ഉണ്ട്, സീ ഗ്രാസസ് ഉണ്ട്, സ്പോഞ്ചസ് ഉണ്ട്, സീ സ്കുഡ്സ് ഉണ്ട്. അങ്ങനെ കടലിലെ മൊത്തത്തിലുള്ള ആവാസ വ്യവസ്ഥയെ തന്നെ തുരങ്കം വെക്കുന്ന ഒന്നാണ് നമ്മൾ ഈ പറയുന്ന ഗോസ്റ്റ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പം ആ ഗോസ്റ്റ് ഫിഷിങ്ങിനൊക്കെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഇത്രയും കാര്യങ്ങള് ഇതൊക്കെ നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കി എടുക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങള് കുറച്ച് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് കരുതുന്നു. ഓക്കെ. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. മനസ്സിലായല്ലേ? അങ്ങനെ പഠിച്ചെടുക്കണം. അങ്ങനെ പഠിച്ചെടുത്താൽ മാത്രമേ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അത് ഒരു സ്റ്റേറ്റ്മെന്റ് തരുമ്പോഴത്തേക്ക്. അതായത് ഇൻ ഗോസ്റ്റ് ഫിഷിംഗ് ഹാംഫുൾ ഫോർ സീ ബേർഡ്സ്, സീ വീഡ്സ്, സീ ഗ്രാസസ്, സ്പോഞ്ചസ് ആൻഡ് സീ സ്കുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയോ തെറ്റോ? തെറ്റോടെ? ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? പോയോ? ശരി. കാരണം because these animals, these sea birds, these sea weeds, these sea grasses, these sponges and the sea squirts, these all animals play the vital roles or important roles in their ecosystems, contributing to our biodiversity and the ecological balances of the marine ecosystems. Also they have significant economic importance, providing food and supporting the livelihoods for humans. അല്ലയോടെ? അപ്പൊ അത്തരത്തിൽ മൊത്തത്തിലുള്ള എൻ്റയർ വേൾഡിലുള്ള ഒരു 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 അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തെ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു മറൈൻ ഇക്കോസിസ്റ്റത്തെ മാത്രമല്ല, മൊത്തത്തിലുള്ള കമ്മ്യൂണിറ്റിയെ തന്നെ, ഇക്കോസിസ്റ്റത്തെ തന്നെ, ലൈവ്ലിഹുഡിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ് എന്നു പറയുന്നത് ഈ ഗോസ്റ്റ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയെങ്കിലും കാര്യങ്ങള് അത് മറൈൻ അനിമൽസിനെ ബാധിക്കുമെന്നും അത് മറൈൻ മാമൽസിനെ ബാധിക്കുമെന്നും, എങ്കിൽ അങ്ങനെ എത്തരത്തിലുള്ള മറൈൻ മാമൽസ് ആണ്? ആരാണ് മറൈൻ മാമൽസ്? അത് മറൈൻ റെപ്റ്റൈൽസിനെ ബാധിക്കും. എങ്കിൽ ഏതാണ് മറൈൻ റെപ്റ്റൈൽസ്? അത് മറൈൻ ഇൻവെർട്ടിവേഴ്സിനെ ബാധിക്കും. ഏതൊക്കെയാണ് ഗ്രൂപ്പ് ഓഫ് ഇൻവെർട്ടിവേഴ്സ്? അത് ക്രസ്റ്റേഷ്യൻസ് ആണ്, അത് മൊളസ്കൻസ് ആണ്, അത് എക്കിനോഡർമ്സ് ആണ്, അത് നെറേറിയൻസ് ആണ്, അത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വേംസ് ആണ്. അതിൽ ഓരോരുത്തരും ആരൊക്കെയാണ്? അല്ലെങ്കിൽ അത് ഡിഫറെന്റ് വ്യത്യസ്തമായ മറ്റു ഗ്രൂപ്പുകൾ പോലുള്ള സീ ബേർഡ്സ് പോലുള്ള, സീ ഗ്രാസസ് പോലുള്ള, സീ വീഡ്സ് പോലുള്ള, സ്പോഞ്ചസ് പോലുള്ള, സീ സ്കുഡ്സ് പോലുള്ള ആൾക്കാരെ ബാധിക്കും എന്നുള്ള ഇത്രയും കാര്യമെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഈ ഗോസ്റ്റ് ഫിഷിങ്ങിനെ പറ്റി വായിച്ച് മനസ്സിലാക്കി പഠിച്ചു വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇനി ഇത് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു, നമ്മൾ സാധാരണയായിട്ട് ഫിഷിങ്ങിന് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്സ്, വലകൾ ഉപയോഗിക്കുന്നുണ്ട്, ലൈൻസുകള്, അതുപോലെ തന്നെ ബോയോസ്, അതായത് പൊങ്ങിക്കിടക്കുന്ന സാധനങ്ങളില്ലേ, കയറ് പൊങ്ങിക്കിടക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മീൻ പിടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ഇല്ല വളയങ്ങളൊക്കെ കെട്ടിയിട്ടിരിക്കുന്ന ആ സാധനങ്ങള്, പിന്നെ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ട്രാപ്സുകള്, പിന്നെ മറ്റ് പലതരത്തിലുള്ള ഗിയേഴ്സുകളും, ഫിഷിംഗ് നമ്മൾ ട്രാപ്സ് ആൻഡ് ഗിയർ, ഫിഷിംഗ് ട്രാപ്സ് ആൻഡ് ഗിയർ പഠിക്കും. അതാണ് ഞാൻ ഇവിടെ അതിനെക്കുറിച്ച് ഭീകരമായിട്ട് വിശദമാക്കാത്തത്. അത് സെപ്പറേറ്റ് ഒരു മോഡ്യൂൾ നമുക്ക് പഠിക്കാനുണ്ട്.
അപ്പൊ ഇതൊക്കെ ഔട്ട് ഓഫ് ദ കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ, ഫിഷർമാൻ ചെയ്തു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഗോസ്റ്റ് ഫിഷിങ്ങിന് കാരണമാകും. മറൈൻ വൈൽഡ് ലൈഫിനെ പൊട്ടൻഷ്യലി കില്ലിംഗ് ചെയ്യുന്ന, അനിമൽസിന് ഹാംഫുൾ ആവുന്ന ഒരു പ്രോസസ് ആയിട്ട് മാറുകയും ചെയ്യും. ഇതിനെയാണ് ആക്ച്വലി നമ്മൾ ഗോസ്റ്റ് ഫിഷിംഗ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായ? ക്ലിയർ ആയുടെ ഇത്തരം കാര്യങ്ങള്? സംഭവം എന്താണെന്ന് പിടികിട്ടിയോ? സംഭവം എന്താണെന്ന് പിടികിട്ടിയോ? എങ്ങനെയാണത് ബാധകമാവുന്നത് പിടികിട്ടിയോ? ഗോസ്റ്റ് ഫിഷിംഗ് അല്ലാതെ പ്രേത മത്സ്യബന്ധനം എന്ന് പറയുമ്പോൾ പ്രേതങ്ങൾ വന്ന് മത്സ്യം പിടിക്കുന്നതല്ല. പ്രേതങ്ങൾ വന്ന് മത്സ്യം പിടിക്കുന്നതല്ല. പിന്നെന്താ പ്രേത മത്സ്യബന്ധനം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതെല്ലാം ചത്തു പൊങ്ങും. നമ്മൾ പിടിക്കേണ്ട ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഗിയേഴ്സുകളും ഈ ക്രാബ്സുകളും ഇതൊക്കെ ഡെഡ്ലി ആയിട്ടുള്ള സാധനങ്ങള് ഓഷനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ, സീക്ക് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതേ കണക്ക് കണ്ട വലയൊക്കെ കുടിയും കിടക്കണ്ട, ഇതേ കണക്ക് വലിയ പരുക്കുകൾ ഉണ്ടാക്കിയിട്ട് അത് ചത്തുപൊങ്ങും. അങ്ങനെ കടലിലെ ഇത്തരത്തിലുള്ള വെർട്ടിബ്രേറ്റ്സിന്റെയും ഇൻവെർട്ടിബ്രേറ്റ്സിന്റെയും പലതരത്തിലുള്ള പ്ലാന്റ് ഇക്കോസിസ്റ്റത്തിന്റെയും എന്ത് ചെയ്യും? ആ ഡൈവേഴ്സിറ്റി തന്നെ നഷ്ടപ്പെട്ടിട്ട് ഇക്കോളജിക്കൽ ബാലൻസ് തന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥയിലേക്ക് മാറും. ആ ഒരു പ്രോസസ്സിനെ, ആ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ ഗോസ്റ്റ് ഫിഷിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയോ സംഗതി? നോക്കിയോ എല്ലാവർക്കും. അപ്പൊ നോക്കിയോ, നമ്മളിപ്പോ പഠിച്ചു വന്ന, ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ, 100ാമത്തെ ക്വസ്റ്റ്യൻ കൂടെ ഈ സെറ്റും കൂടെ വർക്ക്ഔട്ട് ചെയ്യാന്ന് വിചാരിച്ചതാ. പക്ഷെ ഒരു വലിയൊരു ചാപ്റ്റർ ആണ് ഈ സെറ്റ് എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു കാര്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് സിലബസിലെ ലാസ്റ്റ് 10th മോഡ്യൂളിൽ നോക്കിയാൽ മതി. EZ എക്സ്ക്ലൂസീവ് എക്കണോമിക്സ് ആണെന്ന് പറയുന്നത്. EZ കുഞ്ഞൊരു ടോപ്പിക്, ഒരു കുഞ്ഞു കാര്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ വളരെ വളറബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൽ നിന്ന് 100ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതാണ്. EZ കുറിച്ചാണ് ചോദിച്ചത്. 100ാമത്തെ ക്വസ്റ്റ്യൻ കാണാമോ? ക്വസ്റ്റ്യൻ കാണാമോ? ഓക്കെ. ബോർഡില്ലേ? ഇപ്പോഴോ? ഓക്കെ. അപ്പൊ അതില് ലാസ്റ്റ് ഇതും കൂടെ നമുക്ക് ചർച്ച ചെയ്തിട്ട് നമുക്ക് ബൈൻഡപ്പ് ചെയ്യാം. കുഴപ്പമില്ല. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ അടിച്ചൊതുക്കി ഇരുത്തി ലെക്ചറിൽ നിർത്തി പോയി കഴിഞ്ഞാല് കോമ്പറ്റേറ്റീവ് എക്സാമിന് പാസ്സാകാൻ പറ്റത്തില്ല. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളത് കാണാപ്പാടം പഠിച്ച് നിങ്ങൾക്കൊരു BSc MSc എഴുതി പാസ്സാകാൻ പറ്റും. നിങ്ങൾ അതല്ലല്ലോ ചെയ്യേണ്ടത്. ഇവിടെ ഇതേ കണക്കുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എഴുതണം. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കിയോ, ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഒന്നും കൂടെ നോക്കാം. നമ്മളിപ്പോ പഠിച്ചു വെച്ച് 1ാമത്തെ ഓപ്ഷൻ വായിക്കുകയാണ്. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്യാത്ത, നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ്. നോക്കിയോ, ദ യൂസ് ഓഫ് പോയിസൺ ഇലക്ട്രിസിറ്റി ഓർ എക്സ്പ്ലോസീവ് ടു കിൽ ഓർ സ്റ്റൺ ഫിഷ്. ആണോടെ? ആണോ? അല്ലല്ലോ. നമ്മൾ പഠിച്ചു പോയിസൺ ആണെങ്കിൽ നമ്മൾ പഠിച്ചു ഏത് ഫിഷാ? ബ്ലീച്ച് അല്ലേ? ബ്ലീച്ച് വരാം പോയിസൺ ആണെങ്കിൽ. ഇനി ഇലക്ട്രിസിറ്റി ഓർ എക്സ്പ്ലോസീവ് ആണെങ്കിൽ എന്ത് വരാം? അല്ലെങ്കിൽ സ്റ്റൺ, ഇതൊക്കെ ആണെങ്കിൽ എന്ത് വരാം? നമ്മൾ പഠിച്ച ഏത് വരാം? ലൈറ്റ് ഫിഷിംഗ്, ബ്ലാക്ക് ലൈറ്റ് ഫിഷിംഗ് ഒക്കെയാണ് അത് വരുന്നത്, ഇല്ലയോ? അപ്പൊ അതാകത്തില്ല ഒരിക്കലും. അടുത്തത് നെക്സ്റ്റ് ബി ഓപ്ഷൻ, ഹാംഫുൾ ബോട്ടം ആൻഡ് ഇൻഡസ്ട്രിയൽ ട്രോളിംഗ് ദാറ്റ് ഡിസ്ട്രോയ്സ് ദ സീ ബെഡ് ആൻഡ് വേരിയസ് മറൈൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് വലിയ ട്രോളറുകൾ, കപ്പല് പോലുള്ള ട്രോളർ ബോട്ടുകൾ അവിടെ ട്രോൾ നെറ്റ് ഉപയോഗിച്ചിട്ട്, ട്രോൾ നെറ്റ് എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ട്രോൾ നെറ്റുകളുണ്ട്. ഡീപ് സീ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന അതായത് ഇതാണ് കടലിലെ സീ ബെഡ് എങ്കിൽ, മനസ്സിലായില്ലേ? ഇവിടെ ഒരു കപ്പൽ നിൽക്കുവാണെങ്കിൽ ഈ കപ്പലിൽ നിന്നൊരു വല ഇട്ട് കഴിഞ്ഞാൽ ഈ വല നേരെ സീ ബെഡിലേക്ക് വരും. അത്രയും നീളമുള്ള, അത്രയും വൈഡ് ആയിട്ടുള്ള വലയുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഈ വലയും പിടിച്ചുകൊണ്ട് കപ്പൽ മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ഈ സീ ബെഡ് ഉൾപ്പെടെ എന്ത് ചെയ്യും? ഈ വലയ്ക്കുള്ളിൽ കയറും. സീ ബെഡിൽ ഉൾപ്പെടെ ഈ വലയ്ക്കുള്ളിൽ കയറിയിട്ട് ഈ സീ ബെഡിൽ ജീവിക്കുന്ന പ്ലാന്റും അനിമൽസും ചെറിയ ജീവികളും ലാർവകള്, മുട്ടകള്, കുഞ്ഞുങ്ങള് എല്ലാം ഇതിനകത്തേക്ക് കയറും. മനസ്സിലായല്ലേ? എല്ലാം ഇതിനകത്തേക്ക് കയറും. അങ്ങനെ നമ്മുടെ ഈ മൊത്തത്തിലുള്ള ഈ സീ ബെഡ് തന്നെ ഇല്ലാതായി പോകും. അതാണോ ചോദിച്ചിരിക്കുന്നത്? അതാണോ? അല്ലല്ലോ. അല്ല. അതിനെ പറയുന്നത് ഡേഞ്ചറസ് ട്രോളിംഗ് അല്ലെങ്കിൽ ഡീപ് സീ ട്രോളിംഗ് എന്നാണ് അതിനെ പറയുന്നത്. അത് നമ്മൾ പഠിക്കും. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇപ്പൊ ട്രോളിംഗ് നിരോധനം നടക്കുകയല്ലേ? ആണോ? നടക്കുകയാണ്. തീരാറായി, ഏകദേശം തീർന്നു, ഇല്ലയോ? ഇല്ലയോടെ? ഇല്ലേ? എത്ര ദിവസമാണ് ട്രോളിംഗ് നിരോധനം? ട്രോളിംഗ്
ട്രോളിംഗ് ബാൻ എത്ര ദിവസോ? കേരളത്തില് പല സംസ്ഥാനങ്ങളിലും പല രീതിയിലാണ്. ട്രോളിംഗ് ബാൻ കേരളത്തിൽ എത്ര ദിവസോ? അതെങ്കിലും നിങ്ങൾ അറിയാം. ട്രോളിംഗ് ബാൻ കേരളത്തിൽ എത്ര ദിവസം? ഓരോ വർഷവും മാറ്റി തിരിക്കാറുണ്ട്, എന്നാലും ആവറേജ് അല്ല. അയ്യോ, 52 കേട്ടോ. എത്രയാണ്? 52 ആണ് കേട്ടോ. ഇപ്പോഴും 52 ആണ്. ഓക്കെ, അതായത് ജൂൺ 9 മുതലായിരുന്നു എന്ന് തുടങ്ങി. ജൂൺ 9 മുതൽ ഈ വർഷം ജൂൺ 9 ടു ഇപ്പം ജൂലൈ ഇന്നലെ വരെ ആയിരുന്നു അല്ലേ? ഇന്നലെ വരെ ജൂലൈ 31 വരെയായിരുന്നു നമ്മുടെ ട്രോളിംഗ് ബാൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ ട്രോളിംഗ് ബാൻ നിരോധിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, സോറി, ട്രോൾ ചെയ്യാൻ സമ്മതിക്കാന്ന് വെച്ചാൽ ഈ സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്ന, മുട്ടയിടുന്ന സമയമാണ്. അപ്പൊ ഈ സീ ബെഡിലൊക്കെ ഇങ്ങനെ ഒരു വലിയ ട്രോൾ നെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ചെറിയ ചെറിയ മത്സ്യ കുഞ്ഞുങ്ങളും മുട്ടകളും ഒക്കെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ചത്തുപോകും. അതുകൊണ്ടാണ് ട്രോൾ ബാൻ വെക്കുന്നത്, ട്രോൾ നിരോധിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയാൽ ഡിസ്കാർഡഡ് ഓർ ലോസ്റ്റ് ഫിഷിംഗ് ഗിയർ. അത് നമ്മളെ ഓപ്ഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ഉത്തരമായിട്ട് പറഞ്ഞല്ലോ. നാലാമത്തെ നോക്കാം, unintentional catching of different marine organism along with the target fishes. ആണോ? ആണോടെ? ആണോ അല്ലയോ? അല്ല. അതെന്തുവാണ്? ഞാനിപ്പോ വായിച്ച എന്താണ്? നാലാമത്തെ ഓപ്ഷൻ എന്താണ്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമുക്ക് പഠിക്കാനുള്ളതാണ് അത്. ഈ പറയുന്ന ഇതിൽ പറയുന്ന 4 ഓപ്ഷനും നമുക്ക് പഠിക്കാനുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് ഞാൻ നിങ്ങൾ ആദ്യം പറഞ്ഞു തന്നത്, കുറെ ടൈപ്പ് ഓഫ് ഫിഷിങ്. രണ്ടാമത്തത് ട്രോളിംഗ് പഠിക്കേണ്ടതാണ്. മൂന്നാമത്തെ നമ്മൾ പഠിച്ച ഗോസ്റ്റ് ഫിഷിംഗ്. നാലാമത്തെ ഓപ്ഷൻ നമ്മൾ പഠിക്കേണ്ടത് അൺഇന്റൻഷണൽ കാച്ചിങ് ഓഫ് ഡിഫറെന്റ് മെറൈൻ ഓർഗാനിസംസ് അലോങ് വിത്ത് ദ ടാർഗറ്റ് ഫിഷസ്. എന്തുവാ ആക്ച്വലി അത് ഉദ്ദേശിക്കുന്നത്? ബൈ ക്യാച്ചസ്. മാരകമായിട്ട് എല്ലാവരും എതിർക്കുന്ന നമ്മുടെ പ്രോൺസിന്റെ കയറ്റുമതിക്ക് തന്നെ വിഘാതം സൃഷ്ടിച്ചൊരു സംഭവമാണ് ബൈ ക്യാച്ച്. അതിനെ കുറിച്ച് അങ്ങ് പഠിക്കാം. അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ പ്രോൺസ് നമ്മളിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അവർ പോലും ഈ ബൈ ക്യാച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ബൈ ക്യാച്ച് എന്ന് വെച്ചാൽ നമ്മൾ ഫിഷ് പിടിക്കുമ്പോഴത്തേക്ക് ഒരു ഉപദ്രവം ചെയ്യാത്ത കുഞ്ഞുങ്ങളും, അല്ലെങ്കിൽ നമ്മളെ എഡിബിൾ അല്ലാത്ത ധാരാളം, നമ്മൾ അല്ലെങ്കിൽ ഒരു 1000 കിലോ മത്തി, സാർഡൈൻ പിടിക്കുന്ന സമയത്ത് ഇതിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഒരു 500 കിലോ ഒക്കെ ബൈ ക്യാച്ച് ചിലപ്പം വരും. ഒരു പാവവും ചെയ്യാത്ത പലതരത്തിലുള്ള നമ്മൾ എഡിബിൾ ആക്കാത്ത മറ്റ് ഫിഷസുകള്, മറ്റ് കുഞ്ഞുങ്ങള്, മറ്റ് മറൈൻ ആനിമൽസ്, ഇതെല്ലാം കൂടെ വരും. നമ്മുടെ ടാർഗറ്റ് അല്ല അത്. പക്ഷെ അതെല്ലാം ഡെത്തായി പോവും, ചത്തുപോകും. മനസ്സിലായില്ലേ? ഇത് വേറൊരു തരത്തിൽ ഇത് ബൈ ക്യാച്ച് ആണ്. ഈ ബൈ ക്യാച്ചിന്റെ കൂടെ വേറൊരു സാധനം ജാഗ് ഫിഷിംഗ് എന്ന് പറഞ്ഞ സാധനം പഠിക്കാണ്ട് നമുക്ക്. ജാഗ് ഫിഷിംഗ് എന്ന് പറയും. മനസ്സിലായല്ലേ? ജാഗ് ഫിഷിംഗ് അത് നമുക്ക് പഠിക്കാം. അത് ഇതേ സെന്റൻസ് ആണ്, പക്ഷെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. കണ്ടോ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഗോസ്റ്റ് ഫിഷിംഗിന്റെ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 4 ഓപ്ഷൻ എല്ലാം നമുക്ക് മനസ്സിലാവും. ഓൾറെഡി ഡിസ്കാർഡ് ഓഫ് ലോസ്റ്റ് ഫിഷിംഗ് ഗിയർ കണ്ട, അത് അവിടെ തന്നെ കിട്ടും. ലോസ്റ്റ് ഫിഷിംഗ് ഗിയർ, ദ മറൈൻ എൻവയോൺമെന്റ് കണ്ടിന്യൂ ടു ക്യാച്ച് ഫിഷ് ആൻഡ് ട്രാപ്പ് അനിമൽസ്. ഇതാ പച്ച മലയാളം കിടക്കുന്നത് പോലെ കിടപ്പുണ്ട്. ഇനി നിങ്ങൾ ചോദിച്ചാൽ എഴുതോടെ? ഗോസ്റ്റ് ഫിഷിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതൂ? നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ട് കറക്റ്റ് എഴുതാൻ പറ്റൂ? കൺഫ്യൂഷൻ വരൂ? ഒരു ബോധം ഉണ്ടാവത്തില്ലേ? ഒരു ബോധം വന്നില്ലേ? വന്നോ ഇല്ലേ? പറ്റും. അതുപോലെ ഉള്ളൂ. അതുപോലെ ക്വസ്റ്റ്യൻ അടുത്തത് ഇനി എടുക്കാൻ സമയമില്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അത് പക്ഷെ ഒരു ലോങ് സബ്ജക്റ്റ് ആണ്. പക്ഷെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ പെട്ടെന്ന് വർക്ക്ഔട്ട് തീർക്കാൻ പറ്റും. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന ബാക്കിയുള്ള ഓപ്ഷൻസ്, 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 3ഉം പഠിക്കേണ്ട ഓപ്ഷൻസ് ആണ്. ഇതിൽ തന്നെയുള്ള ഈ സെറ്റിൽ തന്നെ ഉള്ളതാണ്. നമ്മുടെ സിലബസിലെ 10th മോഡ്യൂൾ ആണ്. ഓക്കെ, ഇതും 10th മോഡ്യൂളിന്റെ ഒരു കാര്യമാണ് ഞാൻ പഠിപ്പിച്ചത്, ഇപ്പൊ പറഞ്ഞത്, നമ്മൾ ആ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തത്. അപ്പൊ ഇതേ കണക്ക് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തന്നതാണ്.